Good morning all. So നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ കൺട്രോൾ സിസ്റ്റം നമ്മൾ ലാസ്റ്റ് ടൈം കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു മാരത്തൺ സെഷൻ ചെയ്തിരുന്നു അല്ലെ. 50 ക്വസ്റ്റ്യൻസ് ഓൺ ദ ഗോ നമ്മൾ ചെയ്തിരുന്നു. 2.5 hours എടുത്ത് നമ്മൾ ചെയ്തിരുന്നു. സോ ഇത്തവണ ഞങ്ങൾ വന്നിരിക്കുന്നത് കൺട്രോൾ സിസ്റ്റവും സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സും കൂടെ ചേർത്ത് ഒരു 55 ക്വസ്റ്റ്യൻസ് 50 to 55 ക്വസ്റ്റ്യൻസ് ഓൺ ദ ഗോ അങ്ങനെ സിംഗിൾ ഗോ ആണ് നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. സോ ഇതിൽ റൂട്ട് ലോക്കസ് വരുന്നുണ്ട്, ബോഡി പ്ലോട്ട് വരുന്നുണ്ട്, റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ വരുന്നുണ്ട്, ടൈം റെസ്പോൺസ് അനാലിസിസ് വരുന്നുണ്ട്, ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ് വരുന്നുണ്ട്, കൺട്രോൾസിന്റെ ബേസിക്സ് വരുന്നുണ്ട്, മേസൺസ് ഗെയിൻ ഫോർമുല വരുന്നുണ്ട്. സോ എവറിത്തിങ് ഇതിൽ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും. സിമിലർലി സർക്യൂട്ട് നെറ്റ്വർക്സിൽ തിയറംസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് എ സീറോ ഓൺ ദ നെഗറ്റീവ് റിയൽ ആക്സിസ് is added to the open loop transfer function of a given closed loop system, then the root lock എന്ത് പറ്റും ചോദിക്കും. സോ ഞാൻ ഇവിടെ ഒരു XY പ്ലെയിൻ വരച്ചിട്ടുണ്ട്. ഇമാജിനറി ആക്സിസും നെഗറ്റീവ് റിയൽ ആക്സിസ് പോസിറ്റീവ് റിയൽ ആക്സിസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സിസ്റ്റം പോസിറ്റീവ് റിയൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതിന് പോസിറ്റീവ് പോൾസ് ഉണ്ടെന്നാണ് അല്ലെ. അതായത് ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ചോദിക്കുന്നത് ഇഫ് സീറോ ആണ്, അപ്പൊ ഒരിക്കലും പുഷ് ടുവേർഡ്സ് റൈറ്റ് അല്ല, അത് നമുക്ക് മനസ്സിലാവാം. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് ക്ലോസർ ടു ദ റിയൽ ആക്സിസ്, അതും സംഭവിക്കില്ല. ആൻഡ് ഇറ്റ് വിൽ നോട്ട് മൂവ് അവേ ഫ്രം ദ റിയൽ ആക്സിസ് ഓൾസോ. ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുക? ഇഫ് സീറോ ഓൺ എ നെഗറ്റീവ് റിയൽ ആക്സിസ് ആഡഡ് ടു ദ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ ഗിവൺ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം, then the root loci is pushed towards left. So it is becoming more and more stable. എന്താ സംഭവിക്കുക? Stability increases. It is moving towards the left side. Okay, next question. For the given characteristic equation, so we have given a fourth order equation തന്നിരിക്കുന്നത് s raised to 4 plus 3x cube plus 4x square plus 4x plus 6 is equal to 0. ഒരു characteristic equation തന്നിട്ടുണ്ട്. ചോദിക്കുന്നത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ, മാർജിനലി സ്റ്റേബിൾ ആണോ, അതോ നൺ ഓഫ് ദീസ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി വി നോ ദ മെത്തേഡ്. ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സ്റ്റെബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ RH ക്രൈറ്റീരിയ. സോ RH ക്രൈറ്റീരിയ എങ്ങനെ അപ്ലൈ ചെയ്യുക? അപ്ലൈ RH ക്രൈറ്റീരിയ. സോ s raised to 4 ഞാൻ ഡയറക്ട്ലി നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സോ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. s raised to 4 s cube x square s raised to 1 s raised to 0. സോ ഇങ്ങനെ എഴുതുക. പിന്നെ കോഎഫിഷ്യൻസ് റാൻഡം ആയിട്ട് എഴുതുക. റാൻഡം ആയിട്ടല്ല, ആ ഓർഡറിൽ എഴുതുക. 1 4 6 3 4. പിന്നെന്താ ചെയ്യാ? 4 into 1 minus 12 minus 4 by 3 അല്ലേ. So it will be 8 by 3. 12 minus 4 divided by 3. 8 by 3 and here 6 തന്നെ വരും. And then 8 by 3 into 4 minus 18 by 8 by 3. അതെന്ത് വരിക? minus 11 by 4 and this will be 6. s raised to 0 എന്നുള്ളത് നമ്മൾ എപ്പോഴും 6 തന്നെയായി വരിക കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. സോ ഇതിൽ എന്താ വന്നേക്കുന്നത്? ഇതിൽ സൈൻ ചേഞ്ച് ഉണ്ട്. സോ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയ എന്താ പറയാ? സൈൻ അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് നോക്കാം. s raised to 4 s cube s square s raised to 4. സോ കോഎഫിഷ്യൻസ് എല്ലാം ഉണ്ട്. അപ്പം കോഎഫിഷ്യൻസ് നോക്കിയിട്ട് നമുക്ക് അൺസ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാം പ്ലസ് സൈൻ ആണ്, അപ്പൊ അവിടെയും നമുക്ക് അൺസ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് രണ്ടും കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു? RH ക്രൈറ്റീരിയ ഉപയോഗിച്ചു. RH ക്രൈറ്റീരിയ ഉപയോഗിച്ചു നമുക്ക് സൈൻ ചേഞ്ചസ് ഉണ്ട്. ഒന്നല്ല, 2 സൈൻ ചേഞ്ചസ് ഉണ്ട്. സോ സിൻസ് there is sign changes, system is unstable. So option B is the answer. Option B is the answer. So first question root locus il ninnaayirunnu. Second question stability il ninnaayirunnu. Stability using RH criteria. Time response il aayirunnu. Okay, next question. So idum enikku thonunnu ഇതൊരു ശരിക്കും ഒരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് RH ക്രൈറ്റീരിയ അറിയാവുന്ന ഉള്ളത് കൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അതിനാണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഫോർ ദ സിസ്റ്റം റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ
s cube plus 2s square plus 3s plus 1 is equal to 0, s cube minus 2s square plus 4s plus is equal to 0, and s cube plus 4s plus 2 is equal to 0. So, 3 ക്യാരക്ടർ ഇക്വേഷൻ ഉണ്ട്, ചിലതൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് വരുന്നുണ്ട്, കോഎഫിഷ്യൻസ് മിസ്സാവുന്ന ഇക്വേഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഓക്കെ, ഇതിൽ ഏതാണ് എല്ലാം സ്റ്റേബിൾ ആണോ? ഓക്കെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞത് അറിയാം 2ഉം 3യും അൺസ്റ്റേബിൾ ആണ് അല്ലേ? നമ്മുടെ ഒരു കോൺസെപ്റ്റ് വെച്ച് 2ഉം 3 അൺസ്റ്റേബിൾ ആണ് അല്ലെ? ഇവിടെ ഒരു സൈൻ ചേഞ്ച് വന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു കോഎഫിഷ്യന്റ് എസ് സ്ക്വയർ കോഎഫിഷ്യന്റ് മിസ്സിംഗ് ആണ്. സോ ഇവിടെ വി ഹാവ് സൈൻ ചേഞ്ച്, ഇവിടെ എന്താണ് എസ് സ്ക്വയർ കോഎഫിഷ്യന്റ് ഇസ് നോട്ട് പ്രസന്റ്. അങ്ങനെ വരുമ്പം 2 and 3 ആർ അൺസ്റ്റേബിൾ. ഇനി 1 സ്റ്റേബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. ഓപ്ഷൻ നോക്കിയാൽ 1 ഈസ് അൺസ്റ്റേബിൾ. ഓക്കെ, അപ്പം 3ഉം അൺസ്റ്റേബിൾ ആണെന്നൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പൊ നമ്മൾ 1 ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ ഇസ് സി only. Answer is C. So you may check for option 1 if it's stable. Okay, പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ഓപ്ഷൻസിന്റെ ഒരു കിടപ്പ് അനുസരിച്ച് അതിന്റെ ആവശ്യമില്ല. Okay. So now we will move on to question number 4. We need to find the Bode gain. In this question we need to find the Bode gain. So Bode gain എങ്ങനെ കണ്ടുപിടിക്കുക? സോ നമുക്ക് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? g of s into h of s എന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവൺ ആസ് 100 into s plus 1 divided by s into s plus 2 into s square plus 2s plus 10. സോ ബോർഡ് ഗെയിൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതായത് 1 plus st ഫോമിൽ എഴുതുക. എല്ലാ ടേംസിനെയും 1 plus st, അതായത് കോർണർ ഫ്രീക്വൻസീസ് എല്ലാം ഡിറ്റർമിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ ടേംസ് നമുക്ക് കോഎഫിഷ്യന്റ് എടുക്കാൻ പറ്റും അല്ലെ? കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കോമൺ എടുക്കും. സോ അതെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞിട്ട് എന്താണ് കോൺസ്റ്റന്റ് ആയിട്ട്, അതാണ് വാല്യൂ ഓഫ് കെ, ബോർഡ് ഗെയിൻ. ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഓക്കെ, സെയിം മെത്തേഡ് നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ 100 into 1 plus s, ഓക്കെ, s into 2 into 1 plus s by 2. സോ 2 ഒരു കോർണർ ഫ്രീക്വൻസി ആണ്. പിന്നെ 1 plus s by 5, 10 പുറത്തു വന്നു. 1 plus s by 5. ഓക്കെ, നമുക്കത് ലക്ഷ്യം 1 plus s by 5 into s square by 10 into 10. ഓക്കെ, 1 plus s by 2 into s square by 10 into 10. സോ നമ്മൾ ഇത്രയും ടേംസ് കോൺസ്റ്റന്റ് എടുത്തു. സോ നമ്മൾ അത് 100 വെച്ച് കട്ട് ചെയ്യുക. സോ എന്താ വരിക? പിന്നെ 5 into 1 plus. സോ നമ്മൾ വാല്യൂ ഓഫ് കെ ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ബോഡി പ്ലോട്ട് എഴുതുമ്പോൾ കെ എന്നൊരു ടേം ഉണ്ടല്ലോ. നമ്മൾ 0 ഡിഗ്രി, നമ്മൾ ആംഗിൾ 0യും 20 log കെ എന്നെടുക്കില്ലേ, ആ ഒരു കെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇൻ dB അല്ല ചോദിച്ചിരിക്കുന്നത്. സോ 20 log എടുക്കേണ്ട കാര്യമില്ല. 5 into 1 plus s by s into 1 plus s by 2 into 1 plus s by 5 plus s square by 10. So ശരിക്കും എന്താണ്? 5 ആണ് the Bode gain. The Bode gain is 5. So answer is option C, 5. Okay. So what is the next question? The closed loop system in figure becomes marginally stable if the constant k is chosen to be. So constant k എത്ര വാല്യൂ വന്നാൽ it will be marginally stable എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നുമില്ല, നിങ്ങൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റം എടുക്കുക അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുക and go for Routh-Hurwitz criteria. So 1 plus g of s into h of s is equal to 0. So 1 plus k into s into s plus 2 into s plus 4 is equal to, so s plus 2 into s plus 1 ആണെങ്കിൽ s square plus 6x plus 8 എന്നൊക്കെ എഴുതി പെട്ടെന്ന് ചെയ്ത് പോവാം. So then it will be x cube plus
6x square plus 8s plus k equal to 0. So, Ruth Hurwitz criteria എങ്ങനെ വരും? S cube x square s raised to 1 s raised to 0. So 1 8 6 here odd power even power. Then 48 minus is വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. 48 minus k by 6 and this is k. So പിന്നെ നമ്മൾ എന്താ ചെയ്യുക? 48 minus k by 6 is equal to 0. 48 minus k by 6 is equal to 0. That means k is equal to 48. So the closed loop system in figure becomes marginally stable if the constant k is 0. നമ്മൾ Ruth Hurwitz criteria ഇത് 0, അതായത് എന്താണ് s raised to 1 ടേം, അതായത് സ്റ്റാർട്ടിംഗ് ടേം 0, ഡിനോമിനേറ്ററിൽ 0 എന്ന കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ മാർജിനലി സ്റ്റേബിൾ ആണെന്ന് പറയാം, അല്ലെ? സിമെട്രിക്കൽ ആണെന്ന് പറയാം. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് k. Okay. So what is the sixth question? Consider a negative feedback system where g of s is equal to 1 by s plus 2 and h of s is equal to k by s plus 1. The closed loop system is stable for എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെയും ശരിക്കും Ruth Hurwitz criteria തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇറ്റ് വിൽ ബി 1 plus k by 1 plus k by s into s plus 1 into s plus 2 is equal to 0. 1 plus g of s into h of s. g of s തന്നിട്ടുണ്ട്, h of s തന്നിട്ടുണ്ട്. 1 plus k by s plus 2. So it will be x cube plus 3s square plus 2s plus k is equal to 0. So നമ്മൾ Ruth Hurwitz criteria apply ചെയ്യുന്നു. s cube s square s raised to 1 s raised to 0 1 2 3 k 6 minus k by 3, this is k. So conditions എന്താണ്? The system is stable when all the first column elements are non-zero, അല്ലേ? So k greater than 0 ആയിരിക്കണം. അതുപോലെ തന്നെ 6 minus k by 3യും greater than 0 ആയിരിക്കണം. So what will be the answer? ഇവിടുന്ന് k less than 6 കിട്ടും. So answer will be 0 less than k less than 6. Okay. So consider negative feedback system where g of s is equal to 1 by, actually question ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. It is 1 by s into s plus 2 ആണ്. 1 by s into s plus 2 and this is k by s plus 1 ആണ്. Okay. So അതാണ്, so this is fine. Then 1 by k into s plus 2. Okay. And we'll get the answer. 0 less than k less than 6. So option D. Now, moving on to question number 7. The number of roots of the characteristic equation s raised to 5 plus s raised to 4 plus 3x cube plus 4s square is equal to 0 lying in the left half of the s plane. So same, നിങ്ങൾ Ruth Hurwitz apply Ruth Hurwitz criteria and see the apply RH criteria and see the number of sign changes in the first column. Number of sign changes in the first column. So നമ്മൾ ഞാൻ പെട്ടെന്ന് ചെയ്യാം. ശരിക്കും നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. Don't see my answer. S raised to 4 s cube s square s raised to 1 s raised to 0. So this will be 1 3 2 2 4 1. So this will be 3 and this is 1 and this will be 3 by 2. Divided by 1. This is 1 1. This will be 0.5 and this will be 1. Okay. So that means there is no sign change. Sign change ഒന്നും ഇല്ല. So
Alle? That means the system is stable. So left half of the S-plane, 5 roots left half of the S-plane thanneyaanu. Okay. Sign change illatha kaaranam. Okay. Then coming to question number 8. A feedback control system is shown in the figure. The system is stable for all positive values of k. So system is stable for all positive values of k. That's the question. So Carussel's equation is given as 1 plus g of s is equal to 0. That means 1 plus k into 1 plus s by s square into 1 plus ts is equal to 0. Okay, then it will be ts cube plus x square plus ks plus k is equal to 0. So, we will Routh Hurwitz criteria. So, Routh Hurwitz criteria is variations to confuse. So, s cube, s square, s raised to 1, s raised to 0. This is t. This is t and this will be k. This is 1, this is k. This is k into 1 minus t and this is k. So, system stable anangil k greater than 0. First call positive same sign. That's k into 1 minus t greater than 0. So 1 minus t greater than 0. So 1 greater than t implies t less than 1. So answer is 0 less than t less than 1. This is option D. Another question. The root locus of a unity feedback system is shown in the given figure. The open loop transfer function is chodichirikkunnathu. So root locus is we need to find the open loop transfer function. So we question ഒരു 0 ഒരു -1 അതുപോലെ തന്നെ ഒരു പോൾ എവിടെയാണ് -3 സോ നമുക്ക് ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം അല്ലേ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ g of s and h of s എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം k into സം ഗെയിൻ k into s plus 1 0 minus 1 ആണ് സോ s plus 1 0 ആണ് ആൻഡ് s plus 3 എന്ന് എഴുതാം അല്ലേ ഓക്കെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഒരു പോൾ എന്നുള്ളത് ഒറിജിനിലും ഉണ്ട് ദാറ്റ് മീൻസ് s option ഉത്തരം yeah option C k into s plus 1 by s into s plus 3 so അതിൽ അധികം ചെയ്യാനൊന്നുമില്ല okay directly given ആണ് now coming to question number 10 the breakaway point of the root locus for the system okay for the system g of s and h of s ആണ് തന്നിരിക്കുന്നത് എന്താണ് the breakaway point of the root locus for the system g of s and h of s is given as k by s into s plus 2 into s plus 3 is equal to 0. Find it. So breakaway point ആണ് കാരണം root locus തന്നിട്ടുണ്ട്. So എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഒരുപാട് ചെയ്തതാണ്. dk by ds is equal to 0. അല്ലേ? What is k here? K will be equal to minus of s cube plus 5s square plus 6s. അതായത് given എന്ന് പറയുന്നത് k by s into s plus 2 into s plus 3 ആണ്. So this will be equal to k equal to minus s cube plus y s square plus 6s is equal to 0. So what will be dk by ds endana? dk by ds will be equal to 0 നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ we will get it like s square plus 5s plus 3 is equal to 0. So അതിൽ നിന്ന് s ന്റെ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക root of b square minus b plus or minus root of b square minus നിങ്ങൾ കണ്ടുപിടിക്കുക. So what we are getting, what we are getting is s is equal to minus 4.3 or s is equal to minus 0.7. So answer is minus 0.7. There is a breaking. നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തതാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Okay, now moving on to question number 11. We need to find the corresponding body plot. Okay, നമുക്ക് നോക്കാം. So നമുക്ക് gain plus 20 dB ഒക്കെ minus 20 then 60 dB എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം.
നമുക്കറിയാം പ്ലസ് 20 dB per decade എന്ന് പറയുന്നത് ഇറ്റ് കറസ്പോണ്ട് ടു സിമ്പിൾ 0 ആൻഡ് മൈനസ് 60 dB per decade കറസ്പോണ്ട്സ് ടു എ ഫസ്റ്റ് ഓർഡർ ഫാക്ടർ ഇൻ ദ ഡിനോമിനേറ്റർ അല്ലെ. അപ്പം ഒരു ഫസ്റ്റ് ഓർഡർ ഫാക്ടർ ഡിനോമിനേറ്റർ ഉണ്ട്. സോ മൈനസ് 60 എന്ന് പറയുമ്പോൾ ഒരു ക്യൂബ് ടേം അവിടെ വരുന്നുണ്ട് അല്ലെ. മൈനസ് 60 എന്ന് പറയുമ്പോൾ അത് ഡിനോമിനേറ്ററിലായിരിക്കും, ഹോളിലായിരിക്കും, ഡിനോമിനേറ്റർ ആയിരിക്കും മൈനസ് വരിക. പിന്നെ അത് മൈനസ് 60 വന്നു. 60 എന്നൊരു ഗെയിൻ നമ്മൾ പഠിച്ചിട്ടില്ല. 20 n 20 ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് n = 3 ഒരു ക്യൂബ് ടേം വന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലെ. ദാറ്റ് ഈസ് minus 60 dB per decade corresponds to a first order factor in the denominator with a multiplicity of 3. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ആൻഡ് കോർണർ ഫ്രീക്വൻസി എന്താണ്? 5. കോർണർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് എസ് ഇൻ ദ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? കോർണർ ഫ്രീക്വൻസി 5 ആയിരിക്കുമ്പോൾ കോഎഫിഷ്യന്റ് എന്ത് വരും? 1/5 0.2 വരും. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സോ മൈനസ് 20 dB എന്ന് പറയുമ്പോൾ അവിടെ ഒരു 0 ആണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി 10s ഡിവൈഡഡ് ബൈ, സോ 10 എന്നുള്ളത് ഗെയിൻ പറയുന്നുണ്ട്, 10s ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.2s ദ ഹോൾ ക്യൂബ് അല്ലെ. I hope it's clear now. Minus 20 minus 60. So അങ്ങനെയാണ്. Okay. Question number 11. Find the body plot. Then question number 12. The open loop transfer function of a system in g of s into h of s is equal to k by s plus 1 into 1 plus 4s into s എന്നാണ്. അപ്പം ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു കെ ബൈ എസ് പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 4s ഇൻറ്റു എസ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ്. സോ ഇനിഷ്യലി നമ്മൾ ലെറ്റ് കെ ഈക്വൽ ടു 1. സോ നമ്മൾ പഠിച്ച പോലെ തന്നെ എസിനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ജി ഓഫ് ജെ ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് ജെ ഒമേഗ ഇൻറ്റു 1 പ്ലസ് ജെ 4 ഒമേഗ ഇൻറ്റു ജെ ഒമേഗ. സോ ഉള്ളിലേക്കൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇറ്റ്സ് ഓൾ അപ് ടു യുവർ മാത്തമാറ്റിക്സ്. ദെൻ എങ്ങനെ വരും? 1 by 5 omega square plus j omega into 1 minus 4 omega square. So imaginary part നെ നമ്മൾ equal to 0 ചെയ്താൽ 1 minus 4 omega square is equal to 0 ആണെങ്കിൽ 1 equal to 4 omega square pc. So omega square pc എന്താണ്? 1 by 4 വരും. So phase crossover frequency is 1 by root 4, which is 1 by 2 and which is equal to 0.5 radian per second. So that is 0.5 radian per second. Option B. Okay. Now moving on to question number 13. The asymptotes and the breakpoint coincides at s is equal to minus 2. The transfer function can be. So question number 13. So s is equal to minus 2 ലാണ് asymptotes എന്താണ് കോൺസ്റ്റന്റ്. സോ സെൻട്രോയിഡ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. സിഗ്മ ദ സെൻട്രോയിഡ് എങ്ങനെ വരും? സോ എല്ലാത്തിൻ്റെയും ചെയ്ത് നോക്കണം. സോ വിൽ ട്രൈ 1 minus 1 minus 3 minus of minus 2. ഫസ്റ്റ് ഇത് തന്നെ ഓപ്ഷൻ ഡി തന്നെ ചെയ്ത് നോക്കാം. 2 ഡിവൈഡഡ് ബൈ 2 minus 1. സോ minus 4 plus 2 divided by 1 is equal to minus 2. സോ ഈ ഒരു അസിംപ്റ്റോട്സ് ആൻഡ് ബ്രേക്ക് പോയിന്റ്സ് എസ് ഇസ് ഈക്വൽ ടു മൈനസ്, അപ്പോൾ മൈനസ് 2 ഏതിന്റെ ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് ഉത്തരം. Question from Root Locus. Now question number 14. The open loop transfer function of a feedback control system is g of s is equal to k into s minus 1 by s plus 1, where k is a variable scalar parameter. The closed loop system is stable for all values of k in the range. Okay. റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് കെ ബൈ എസ് മൈനസ് 1 ബൈ എസ് പ്ലസ് 1 ഇസ് ഇക്വൽ ടു 0. സോ നമ്മൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഐ തിങ്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത്ര ഫെമിലിയർ ആയിട്ട് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട്. ഇക്വൽ ടു 0 ആണെങ്കിൽ എങ്ങനെ വരും? എസ് റേസ് ടു 1 എസ് റേസ് ടു 0
k plus 1, 1 minus k. So, നമ്മൾ greater than 0 ആക്കിയിരിക്കണം. So, k plus 1 greater than 0 ആണെങ്കിൽ k greater than minus 1, 1 minus k greater than 0 ആണെങ്കിൽ k greater than 1. So, sorry, k less than 1, k less than 1. So, range എങ്ങനെ വരും? Minus 1 less than k less than 1. Question number 40. Now, coming to question number 15. The damping ratio and natural frequency of oscillation of a second order system is 0.07. So, theta is given as 0.707 and omega a natural frequency 10 radian per second. Calculates the resonant frequency and resonant peak. Direct equation. Resonant frequency and omega r is equal to omega n into root of 1 minus 2 theta square. Directly you can find out. So answer will come as omega r is equal to 0.1737 radian per second and resonant peak mr equal to 1 by 2 theta. So it's better you by heart these equations, okay? So theta under the model. This kandupidicha matram madi. Answer is 1. Okay. So answer is option C. Okay. Then question number 16. The range of value of k. So the system with the following characteristic equation will be stable. Apply your Routh-Hurwitz criteria. ഇതിനകത്തേക്ക് ഓപ്പൺ ചെയ്യുക. Characteristic equation തന്നെയാണ് തന്നിരിക്കുന്നത്. So it will be s raised to 4 plus 4s cube plus 3s square plus s plus k plus 3 equal to 0. So എങ്ങനെ വരും? Routh-Hurwitz criteria apply ചെയ്യുക. Okay, you want me to do s cube x square s raised to 1 s raised to 4 1 3 k plus 3 4 1. So it will come as 11 by 4. This will be k plus 3 itself, and this will be a big term 4k plus 12 plus 11 by 4 divided by again 11 by 4, and this will be k plus 3. So normally greater than 0 akka. So answer will eventually come as k less than minus 2 by 3 എന്നാണ് വരിക. So this should be greater than 0, this should be greater than 0. So നമ്മൾ compare ചെയ്യുമ്പോൾ you will get the answer. So answer is option B, k less than minus 2 by 3 as well as k greater than minus 3. What is the next question? The following statements are related with the advantages of the Routh criteria. See, ഏതാണ് Routh criteria നമ്മൾ determinant കണ്ടുപിടിക്കുന്നില്ല. Yes, that is correct. It helps in finding out the range of values of k for system stability. That is also correct. Relative stability of the system cannot be easily judged. Relative stability of the system cannot be easily judged. അതും correct ആണ്. Yes. So RS criteria പറയുമ്പോൾ all these things are correct. So 1, 2 and 3. So എന്തൊക്കെയാണ് the following is related with which statements are correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So 1, 2 and 3 are correct statements. Yes. What is question number 18? For a unity feedback system whose open loop transfer function is given as g of s is equal to using Routh criteria find the. So ചെറിയൊരു e raised to എന്നൊക്കെ ചോദിച്ച് നിങ്ങളെ ഒന്ന് തെറ്റിക്കാനുള്ള ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് 1 plus e raised to minus 2st. So every time you work out question you will get something new. st by s into 1 plus s equal to 0 ആകുമ്പോൾ എങ്ങനെ വരും? s square plus s plus e raised to minus 2st equal to. So e raised to minus 2st നിങ്ങൾ expand ചെയ്യാം. Therefore e raised to minus 2st is equal to 1 minus 2st plus 4s square t square by 21. നമ്മുടെ അത് അതിൻ്റെ എക്സ്പാൻഷൻ അറിയാത്ത ജസ്റ്റ് ബൈ ഹാർഡ് ചെയ്യും. സോ നമ്മൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ്, സോ ഇതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1 minus 2st എന്ന് തന്നെ എടുക്കാം. സോ ഇറ്റ് വിൽ കം ആസ് സ്ക്വയർ ഇൻറ്റു 1 plus 2t plus 1 is equal to 0. സോ അതിലേക്ക് നിങ്ങൾ Routh-Hurwitz criteria അങ്ങ് അപ്ലൈ ചെയ്താൽ മതി.
Okay. So question number 19 എന്താ പറഞ്ഞേക്കുന്നത്? If a system is having loop transfer function with poles at s is equal to 0, then s is equal to -2 and s is equal to -4 and s is equal to -3, then the gain k of the forward path is 20, then the system is. So open loop transfer function എങ്ങനെ വരും? Open loop transfer function is equal to 20 into, so poles zeros ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി എഴുതിയാൽ 20 into s plus 3 divided by s into s plus 2 into s plus 4. So Cat's equation is 1 plus g of s into h of s is equal to 0. So same root of this criteria apply there, you will get the equation like x cube plus 6x square plus 28s plus. So നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡയറക്റ്റ് സ്റ്റെപ്പിലേക്ക് എഴുതുന്നത്. ഇടയ്ക്കുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കണം, വെറുതെ നിങ്ങൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ ചെയ്യുമ്പം all the elements you will get as positive. First കോളത്തിലുള്ള എല്ലാ എലമെന്റ്സും പോസിറ്റീവ് ആയിരിക്കും. സോ ദിസ് ഈസ് സ്റ്റേബിൾ. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഞാൻ 19 ക്വസ്റ്റ്യൻസ് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് സെഷൻ പാർട്ട് സി ആയിട്ട് നമുക്ക് കാണാം, തേർഡ് മാരത്തോൺ ആയിട്ട് കാണാം. Okay, so control system plus networks, you will get some 50 questions in the second session. Okay, thank you. Good evening all. ഈ സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു അറൌണ്ട് 30 ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. ആ 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: when a resistor R is connected to a current source, it consumes a power of 18 watt. ഒരു റെസിസ്റ്റർ R ഒരു കറന്റ് സോഴ്സിനെ അക്രോസ് കണക്ട് ചെയ്യുമ്പോൾ അത് 18 വാട്ട് കൺസ്യൂം ചെയ്യുന്നു. ഇതേ റെസിസ്റ്റർ തന്നെ when the same resistor is connected to a voltage source having the same magnitude as that of current source, the power absorbed by R is 4.5 watt. Find the magnitude of current source and the value of R. അതായത് ആദ്യം ഒരു റെസിസ്റ്റർ അതിന്റെ വാല്യൂ R ആണ്. ഈ റെസിസ്റ്റർ ആദ്യം ഏതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു കറണ്ട് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് സോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയത്തില്ല. ലെറ്റ് ഇറ്റ് ബി എക്സ് ആംപിയർ. എക്സ് ആംപിയർ കറണ്ട് സോഴ്സിലേക്ക് ഞാൻ എടുത്ത് കൊടുത്തപ്പോൾ ആറിന് അക്രോസ് വരുന്ന പവർ ലോസ് എന്ന് പറയുന്നത് 18 വാട്ട് ആണ് പവർ ഡിസിപ്പേറ്റഡ് അക്രോസ് ആർ. ഇതേ റെസിസ്റ്റർ ഒരു വോൾട്ടേജ് സോഴ്സിന് അക്രോസ് കണക്ട് ചെയ്യുമ്പോൾ ഈ റെസിസ്റ്ററിന് അക്രോസ് വരുന്ന പവർ എന്ന് പറയുന്നത് 4.5 വാട്ട്സ് ആണ്. പ്രൊവൈഡഡ് ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ എന്തെന്ന് പറഞ്ഞു? ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് സോഴ്സ് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് കറന്റ് സോഴ്സ്. എന്താണ്? എക്സ് വോൾട്ട് ആണ് ഈ വോൾട്ടേജ് സോഴ്സിന്റെ വാല്യൂ. നമുക്ക് പവർ 18 വാട്ട് ആണെന്ന് അറിയാം. ഈ കേസിൽ ഐ ആണ് എക്സ്. സോ എക്സ് സ്ക്വയർ ആർ, ഐ സ്ക്വയർ ആർ എന്ന് പറയുന്നത് എത്രയാണ്? 18 വാട്ട് ആണ്. അതുപോലെ ഇവിടെയോ എക്സ് എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്, വി സ്ക്വയർ ബൈ ആർ ആണ് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പവർ ഡ്രോപ്പ് എന്ന് പറയുന്നത്, പവർ ലോസ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ആർ. അതെത്രയാണ്? 4.5. ഓക്കെ, ഇത് രണ്ടും ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? എക്സും ആറും കണ്ടുപിടിക്കും. ഇതിൽ നോക്കാം, എക്സ് സ്ക്വയർ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 18 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് നോക്കാം. This x square can be replaced by 18 by r. അല്ലെ, ഇവിടെ 18 by r കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ 18 by r ഇൻറ്റു ഓൾറെഡി ഉണ്ടായിരുന്ന r. എക്സ് സ്ക്വയറിനെ എന്ത് ചെയ്തു? ഇവിടുന്ന് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 18 by r എന്നെടുത്തു. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്തെന്ന് കിട്ടി? ഈക്വൽ ടു 4.5. ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? 18 by r സ്ക്വയർ equal to 4.5 implies r square is equal to 18 by 4.5 എത്രയാണ്?
4. ഓക്കെ, 18 ഡിവൈഡഡ് ബൈ 4.5, 4 ഇൻറ്റു 2 9, 9 ഇൻറ്റു 2 18. അപ്പൊ ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു 4 എന്ന് കിട്ടി. സോ ആർ ഈസ് ഈക്വൽ ടു 2 ഓം. ആർ ഈക്വൽ ടു 2 ഓം. ഓപ്ഷനിൽ ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമേ 2 ഓം ഉള്ളൂ. അപ്പോൾ തന്നെ ഓപ്ഷൻ ബി ആണെന്ന് നമുക്ക് മനസ്സിലായി. എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? എക്സും കൂടെ കണ്ടുപിടിക്കണം. ഏത് എക്സ്? കറണ്ട് സോഴ്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് കേസ് എടുക്കുക. എക്സ് സ്ക്വയർ ഇൻറ്റു ആർ ഈക്വൽ ടു 18 എന്നറിയാം. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 18 ബൈ ആർ എത്രയാണ്? 18 ബൈ 2 9 എന്ന് കിട്ടി. സോ എക്സ് ഈസ് ഈക്വൽ ടു 3 ആംപിയർ. ക്ലിയർ ആണ്? ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following theorems is applicable for both linear and non-linear circuits? തെവെനിൻ ലീനിയറിനും നോൺ ലീനിയറിനും ബാധകമാണോ? അല്ല. തെവെനിൻ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്സിന് മാത്രമേ ബാധകമുള്ളൂ. സൂപ്പർ പൊസിഷനും ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്സിന് മാത്രമേ പറ്റത്തുള്ളൂ. നോർത്തനും ലീനിയർ ബൈലാറ്ററൽ മാത്രമേ പറ്റത്തുള്ളൂ. സോ തെവെനിൻ പറ്റത്തില്ല, നോർത്തൺ പറ്റത്തില്ല, സൂപ്പർ പൊസിഷൻ പറ്റത്തില്ല ഫോർ നോൺ ലീനിയർ സർക്യൂട്ട്. പിന്നെ അറിയാൻ വേണ്ടി പറയാണ്, നോൺ ലീനിയർ സർക്യൂട്ട്സ് ഏതിനൊക്കെയാണ് അപ്പൊ ബാധകം? ടെലിഗൻസ് തിയറത്തില് നോൺ ലീനിയർ നെറ്റ്വർക്സും ബാധകമായിരുന്നു. അത് ഓർമ്മയുണ്ടല്ലോ അല്ലെ? അതുപോലെ KVL, KCL ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഓൺലി ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? Which of the following theorems is applicable for both linear and non-linear? ഈ മൂന്നും ആപ്ലിക്കബിൾ അല്ല. സോ ഓപ്ഷൻ is D. Correct answer is none of this. Okay. Last, Kirchhoff's laws are not applicable to circuits with distributed parameters, lumped parameters, passive elements, non-linear resistors. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ലൈവ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. കിർച്ചോഫ്സ് ലോസ് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ് except distributed parameters. So option A ആണ് ആൻസർ. ക്ലിയർ ആണ്? നെക്സ്റ്റ്, for the circuit given in the figure, power delivered by the 2-volt source is given by. ഈ തന്നിരിക്കുന്ന 2-volt സോഴ്സ് ഡെലിവർ ചെയ്യുന്ന പവർ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് എന്ത് വേണം? ഒരു വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അത് ഡെലിവർ ചെയ്യുന്ന പവർ അറിയണമെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സ് ഇൻറ്റു അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സോഴ്സ് ഡെലിവർ ചെയ്യുന്ന പവർ ആണെങ്കിൽ ആ കറണ്ട് സോഴ്സിന്റെ കറണ്ട് ഇൻറ്റു അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ്. അങ്ങനെയാണ് പവർ ഡെലിവേർഡ് ബൈ എ സോഴ്സ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ നോക്കാം, 2 വോൾട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നല്ലേ നമുക്കപ്പോ അറിയേണ്ടത്. 2 വോൾട്ട് ഡെലിവർ ചെയ്യുന്ന പവർ അറിയണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ നോക്കി ഫിഗർ ഒന്ന് റീഡ്രോ ചെയ്യണേ. വോൾട്ടേജ് സോഴ്സ് 2 വോൾട്ട് ഉണ്ട്. ഈ വോൾട്ടേജ് സോഴ്സ് ഡെലിവർ ചെയ്യുന്ന പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു 1 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ 2 വോൾട്ട് ഇവിടെ എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ വോൾട്ടേജ് ഡ്രോപ്പും ഇല്ല. സോ ഈ 2 വോൾട്ട് ഇവിടത്തെ 2 വോൾട്ട് തന്നെ ആയിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോ ഇതിന് അക്രോസ് ഉള്ള 1 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 2 വോൾട്ട്. സോ 2 വോൾട്ട് അക്രോസ് 1 ഓം. അതിലൂടെയുള്ള കറണ്ട് അപ്പൊ എത്ര കിട്ടും? V ഡിവൈഡഡ് ബൈ R. 2 ഡിവൈഡഡ് ബൈ 1. അപ്പൊ എന്ത് കിട്ടി? 2 ആംപിയർ എന്ന് കിട്ടി. ഒന്നുകൂടെ 2 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ഇവിടെ മറ്റ് എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. ആ എൻ്റെ 2 വോൾട്ട് വിൽ അപ്പിയർ അക്രോസ് ദിസ് 1 ഓം. സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ 1 ഓം എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ 2 ആംപിയർ എന്ന് കിട്ടി. 2 ഡിവൈഡഡ് ബൈ 1 വന്നാൽ എങ്ങനെയാണെന്ന് അറിയാമോ? മറ്റൊരു കൺസെപ്റ്റും കൂടെ പറയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് 2 വോൾട്ട് എന്ന് എടുക്കണമെങ്കിൽ സ്വാഭാവികമായി ഈ ഒരു പോയിന്റ് എന്താണ്? 0 വോൾട്ട് ആണ്. ഇതാണ് എന്റെ റെഫറൻസ്. ഇവിടുത്തെ വോൾട്ടേജ് 0 വോൾട്ട് ആണ്. ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റർ 2 മൈനസ് 0 ഡിവൈഡഡ് ബൈ 1. അപ്പൊ 2 ബൈ 1 2 ആംപിയർ എന്ന് കിട്ടി. ഇവിടെ ഉള്ള കറണ്ടോ 1 ആംപിയർ. കറണ്ട് സോഴ്സിന്റെ കറണ്ട് 1 ആംപിയർ. സോ നമുക്ക് വേണ്ട എന്താണ്? ഇതിലൂടെയുള്ള കറണ്ട്. പവർ ഡെലിവർ ചെയ്യണമെങ്കിൽ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കറണ്ട് അകന്നു പോകണം. അതിന് I എന്ന് പേരിട്ടു.
ഇനി നമുക്ക് അവിടെ KCL അപ്ലൈ ചെയ്യാം. എന്തിനാണ്? ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. ജംഗ്ഷനിലേക്ക് പോകുന്നു +i, ജംഗ്ഷനിൽ നിന്ന് അകന്നു പോകുന്നു -2, ജംഗ്ഷനിലേക്ക് വരുന്നു +1 = 0. So I is equal to അല്ലെങ്കിൽ I - 1 = 0 implies I = 1 ampere. I 2 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഡെലിവറി ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 1 ആംപിയർ ആണ്. സോ പവർ അക്രോസ് 2 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പവർ അക്രോസ് 2 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് 2 × 1 = 2 വാട്ട്. 2 വാട്ട്സ് എന്താണ്? ഡെലിവറിങ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഡെലിവറി ചെയ്യുന്ന പവർ എത്ര എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ പവർ ഡെലിവറി തന്നെയാണ് ചെയ്യുന്നത്. സോ അത് 2 വാട്ട്. ഓക്കെ, ഇനി മറ്റൊരു കൺസെപ്റ്റുമായിട്ട് മിക്സപ്പ് ആയി പോകരുത്. എപ്പോഴും ഡെലിവറി ചെയ്യുന്ന പവർ, നഷ്ടപ്പെടുത്തുന്ന പവർ നമ്മൾ നെഗറ്റീവ് ആയിട്ട് നോർമലി കൺവെൻഷനിൽ എടുക്കുന്നത്. അബ്സോർബ് ചെയ്യുന്ന പവർ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അതും ഇതുമായിട്ട് മിക്സ് ചെയ്ത് പോകരുത്. പവർ ഡെലിവേർഡ് എന്ന ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ പവർ ഡെലിവർ ആണ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ആൻസർ എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. അങ്ങനെയാണ് ഇത് 2 വാട്ട് വന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ്, question number 5. In the circuit shown below, what is the voltage across 5 ohm resistor? ഈ 5 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും നമുക്ക് നോഡൽ അനാലിസിസ് മാത്രമേ മാർഗമുള്ളൂ. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് 176 ആംപിയറിന്റെ കറണ്ട് സോഴ്സ് മാത്രം ആക്റ്റീവ് ആക്കി വെക്കുക. 5 ഓം അക്രോസ് ഉള്ള വോൾട്ടേജ് എടുക്കുക, അത് V1 എന്ന് പേരിടുക. അതുപോലെ 110 ആംപിയറിനെ മാത്രം ആക്റ്റീവ് ആക്കി വെക്കുക. അപ്പോൾ 176 ആംപിയർ എന്ന് പറയുന്ന ഓപ്പൺ സർക്യൂട്ട് ആകും. അപ്പോൾ 5 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എടുക്കുക. V2 എന്ന്, നേരത്തെ V1 എന്ന് ഉദ്ദേശിച്ചത് ഈ സൈൻ കൺവെൻഷൻ V1 V2 അല്ല. ഫസ്റ്റ് Vx നെക്സ്റ്റ് Vy എന്ന് രണ്ട് വോൾട്ടേജ് എടുത്ത് സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോൾട്ടേജ് അക്രോസ് 5 ഓം കിട്ടും. നമുക്ക് ഫസ്റ്റ് സൂപ്പർ പൊസിഷൻ തിയറം വെച്ചിട്ട് ചെയ്തു നോക്കാം. അങ്ങനെയാണെങ്കിൽ ഫിഗർ എങ്ങനെ വരും? 176 ആംപിയർ മാത്രം ആക്റ്റീവ് ആണെങ്കിൽ 110 ആംപിയർ എന്ത് ചെയ്യണം? ഇനാക്റ്റീവ് ആവണമെങ്കിൽ, കറണ്ട് സോഴ്സ് ഇനാക്റ്റീവ് ആവണമെങ്കിൽ റീപ്ലേസ് ബൈ ഇറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇത് ഐഡിയൽ കറണ്ട് സോഴ്സ് ആണ്. സോ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഫിനിറ്റി ആണ്. സോ ഓപ്പൺ സർക്യൂട്ട് ആക്കുക. സോ 176 അവിടെ ഉണ്ട്. ആംപിയർ കൂടെ ഉണ്ട്, 5 ഓം കൂടെ ഉണ്ട്, 10 ഓം കൂടെ ഉണ്ട്, 7 ഓം, 10 ഓം, 5 ഓം. ഇവിടെ കറണ്ട് സോഴ്സ് ഇല്ല, ഓപ്പൺ ആണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണോ? വേണ്ട. ഇനി അങ്ങോട്ട് നോക്കണ്ട. ഈ 5 ഓമിൽ വരുന്ന കറണ്ട് എൻറ്റയർ ആയിട്ട് 10 ഓമിലൂടെ തന്നെ പോകും. നമുക്ക് 5 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് വേണ്ടത്. 176 ഇതാ ഇവിടെ വന്ന് നിൽക്കുകയാണ്. 176 ഇവിടെ വന്ന് നിൽക്കുന്നു. കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് എങ്ങനെയാണ് 5ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ചാൽ ഈ 5 + 10 15ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് 5ലൂടെ ഫ്ലോ ചെയ്യുന്നത്. കാര്യം എന്തുകൊണ്ടാണ് 15 എന്ന് പറയാൻ കാരണം എന്താണ്? ഈ കറണ്ടിനെ I1 എന്നും I2 എന്നും വിളിച്ചാൽ I1 ഇവിടെ വന്നതിന് ശേഷം ഇങ്ങോട്ട് ഓപ്പൺ സർക്യൂട്ട് ആണ്, എൻറ്റയർ ആയിട്ട് 10ലൂടെ ഫ്ലോ ചെയ്യുന്നു. സോ ദിസ് 5 ഓം ആൻഡ് 10 ഓം ആർ ഇൻ സീരീസ്. സോ 15 ഓം കൂടെ ഉണ്ട്, 7 ഓം കൂടെ ഉണ്ട്. 176 എങ്ങനെ ഡിവൈഡ് ആയി പോകും? 176 ഇൻറ്റു കറണ്ട് ഫ്ലോയിങ് ത്രൂ 12 ഓം എന്ന് പറയുന്നത് എങ്ങനെയാണ്? 176 ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ക്ലിയർ ആണ്? 15/22. ക്ലിയർ ആണ്? 15 + 7 22 എന്ന് കിട്ടി. ഇത്രയാണ് എന്ത്? നമ്മുടെ I1 എന്ന് പറയുന്നത്. ഓക്കെ, I1 ഇൻറ്റു 5 ഓം അല്ലേ അതിലൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 5ന് അക്രോസ് ഉള്ളത്, ഇൻറ്റു 5 കൂടെ ചെയ്യുക. ഓക്കെ, എത്ര വരും നോക്കൂ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി? അത് 280 വോൾട്ട് എന്ന് കിട്ടി. അതെന്താണ്? I1 എന്ന് പറയുന്ന കറണ്ട്
5 ഓമിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ളതാണ് 280 വോൾട്ട്. അപ്പോൾ പ്ലസ് എവിടെയാണ്? കറണ്ട് ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ പ്ലസ് മൈനസ് ഇതാണ് നമ്മുടെ വി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് 280 വോൾട്ട് എന്ന് കിട്ടി, വി എക്സ് പേരിട്ടു. നെക്സ്റ്റ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? 176നെ ഇനാക്റ്റീവ് ആക്കുന്നു, 110നെ മാത്രം ആക്റ്റീവ് ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പടം വരയ്ക്കാം. 110 വോൾട്ട്, 110 ആംപിയർ ഉണ്ട്. റെസിസ്റ്റർ 10 ഓം റെസിസ്റ്റർ ഉണ്ട്. ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വേണ്ടത്? നമ്മുടെ 5 ഓം റെസിസ്റ്റർ. അതുകൊണ്ട് 7 ഓം റെസിസ്റ്റർ ഉണ്ട്. ഇവിടെ എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആണ്. കാര്യം 176 ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. നമ്മൾ യൂസ് ചെയ്യുന്ന തിയറം ഏതാണ്? സൂപ്പർ പൊസിഷൻ തിയറം ആണ്. എത്ര നമ്പർ ഓഫ് സോഴ്സസ് ആ സർക്യൂട്ടിൽ ഉണ്ടായിരുന്നാലും ഓരോ സോഴ്സിനെയും നമ്മൾ ആക്റ്റീവ് ആക്കി മറ്റെല്ലാവരെയും ഇനാക്റ്റീവ് ആക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ബ്രാഞ്ചിലൂടെയുള്ള കറണ്ട് എന്താണോ ഓരോ സോഴ്സ് കാരണം ഉണ്ടാകുന്നത്, അതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആക്ച്വൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് എലമെന്റ്, അല്ലെങ്കിൽ ആക്ച്വൽ വോൾട്ടേജ് അക്രോസ് ദാറ്റ് എലമെന്റ്. ഇതാണ് നമ്മുടെ സൂപ്പർ പൊസിഷൻ തിയറത്തിന്റെ സാരാംശം. അങ്ങനെ നോക്കിയപ്പോൾ ഫസ്റ്റ് കേസ് മാത്രം എടുത്തപ്പോൾ വി എക്സ് എന്ന് പറയുന്നത് 280 വോൾട്ട് ആയിരുന്നു. 5 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഡ്യൂ ടു 176 ആംപിയർ കറണ്ട് സോഴ്സ് എലോൺ. ഇനി അടുത്ത കേസ് എടുത്തു. അടുത്ത കേസ് എടുത്തപ്പോഴത്തേക്കും കറണ്ട് ഇതാ 110 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ കറണ്ട് ദിശ എങ്ങനെയാണ്? റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പൊ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. കറണ്ട് നമുക്ക് നോക്കാം എത്രയാണ് വരുന്നതെന്ന്. ഇതിനെ നമുക്ക് I2 എന്ന് പേരിട്ട് വിളിക്കാം, I2. ഓക്കെ, അല്ലെങ്കിൽ I1 ഡാഷ് എന്ന് പേരിട്ട് വിളിക്കാം, I1 ഡാഷ്. അപ്പൊ ഞാൻ I1 ഡാഷ് എന്താണ് ചെയ്യേണ്ടത്? 5ലൂടെ I1 ഡാഷ് ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള ഡ്രോപ്പ് വേണം. സോ 5 ഇൻറ്റു I1 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ബൈ കറണ്ട് ഡിവിഷൻ റൂള് ടോട്ടൽ കറണ്ട് ഇൻറ്റു 110 ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്. അത് എത്രയാണ്? 10 ഓം ആണ്. ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് 10 ഓം ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? 10 ഓം പ്ലസ് 5 പ്ലസ് 7 എത്ര? 12 ഉണ്ട്. അപ്പൊ 12 പ്ലസ് 10 22 ഓം. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. എത്ര കിട്ടും നോക്കൂ. 22 ഇവിടെ 11 ഉണ്ട്, 110 ആണ്. 110ൽ എത്ര തവണ 22 പോകും? 5 ടൈംസ്. 5 into 5 25, 25 into 10 250 വോൾട്ട് ആണ് നമ്മുടെ പുതിയ വോൾട്ടേജ് PY. VY എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 5 ഓം ഡ്യൂ ടു 110 ആംപിയർ എലോൺ. അതിന്റെ പൊളാരിറ്റി എങ്ങനെയാണ്? ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ഇതാണ് നമ്മുടെ VY. സോ ആക്ച്വൽ വോൾട്ടേജ് അക്രോസ് 5 ഓം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ VX പ്ലസ് VY ആണ് യഥാർത്ഥ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 5 ഓം എന്ന് പറയുന്നത്. വോൾട്ടേജ് അക്രോസ് 5 ഓം. ഇവിടെ VX എന്ന് പറയുന്നത് എത്രയാണ്? 280 ആണ്. VY ഞാൻ എടുക്കാൻ പോകുമ്പോൾ VY വിത്ത് റെസ്പെക്ട് ടു VX ന്റെ പൊളാരിറ്റി എന്താണ്? മൈനസ് ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 280 മൈനസ് 250 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 വോൾട്ട്. ക്ലിയർ ആണ്? ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കുക. 30 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് find the current through the 2 kilo ohm resistance in the circuit shown. സർക്യൂട്ടിൽ തന്നിരിക്കുന്ന 2 കിലോ ഓം റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് കണ്ടീഷൻ ആണ്? നമുക്കറിയാം, ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ. നോക്കൂ, ഇങ്ങനെ ഒരു ബ്രിഡ്ജ് എൻ്റെ ഉണ്ടെങ്കിൽ ഇത് R1, ഇത് R2, ഇത് R3, ഇത് R4. ഇതിനെ നമുക്ക് വെറും R എന്ന് പേരിട്ട് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഇതൊരു ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണ്. എപ്പോൾ?
when ratio of resistance in the same arm, same സൈഡിലുള്ള arms R1 by R2 അതിന്റെ റേഷ്യോ എപ്പോഴാണോ R3/R4ന്റെ റേഷ്യോയ്ക്ക് സമമാകുന്നത് അത്തരം സർക്യൂട്ടിൽ ഇതെന്താണ്? ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണ്. ബാലൻസ്ഡ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ കോമൺ ആയിട്ട് വരുന്ന റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് 0 ആകും. ഈ റെസിസ്റ്ററിന്റെ അവിടെ ഒരു ഗാൽവനോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നൾ ഡിഫ്ലക്ഷൻ കാണിക്കും. കറണ്ട് ഫ്ലോ ഇല്ല. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. എപ്പോഴാണ് കണ്ടീഷൻ? R1/R2 ഈക്വൽ ടു R3/R4 ആകുമ്പോൾ ഈ ഒരു സർക്യൂട്ട് എന്താകും? ബാലൻസ്ഡ് ബ്രിഡ്ജ് ആകും. ഈ കാണുന്ന സർക്യൂട്ട് കണ്ടോ? 1 കിലോ ഓം 1 കിലോ ഓം 1 കിലോ ഓം 1 കിലോ ഓം. കോമൺ ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 2 കിലോ ഓം ആണ്. അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ബ്രിഡ്ജ് അല്ലേ? ഷേപ്പ് ഇങ്ങനെ ഇരുന്നു എന്ന് വെച്ചാൽ വ്യത്യസ്തമാവോ? ഇല്ല. ഈ ഒരു പോയിന്റ് കണ്ടോ? ഇത് ചരിച്ചു വരയ്ക്കുന്നതിന് പകരം എന്താ പാരലൽ കണക്ക് ഇങ്ങനെ വരച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇതൊരു ബ്രിഡ്ജ് അല്ലേ ഈ കാണുന്നത്? 1 കിലോ ഓം ഇവിടെ നിന്ന് ഇങ്ങനെയുണ്ട്. 1 കിലോ ഓം പോയിന്റ് എയിൽ നിന്ന് ഇങ്ങനെ ഒരു 1 കിലോ ഓം ഉണ്ട്. കോമൺ ആയിട്ട് ഒരു 2 കിലോ ഓം ഉണ്ട്. തിരിച്ച് ബിയിലേക്ക് ഒരു റെസിസ്റ്റർ, ബിയിൽ നിന്ന് അടുത്ത റെസിസ്റ്റർ. ക്ലിയർ ആണേ? ഇതും 1, ഇതും 1, ഇതും 1, ഇതും 1, ഇതും 1. അപ്പൊ എന്താണ്? 4 റെസിസ്റ്റേഴ്സും സെയിം ആണ്. സോ റേഷ്യോ ഓഫ് R1/R2 is equal to R3/R4. സോ എന്ത് പറ്റി? ഇത് ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണ്. കോമൺ ബ്രാഞ്ചിലൂടെ ഉള്ള കറണ്ട് എന്താണ്? അപ്പോ 0 ആണ്. ക്ലിയർ ആണ്? അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, മിനിമം റിക്വയർമെന്റ് ഫോർ കോസിംഗ് ഫ്ലോ ഓഫ് കറണ്ട് ആർ. ഓപ്ഷൻ എ, വോൾട്ടേജ് സോഴ്സ്, a resistor and a switch. A voltage source and a conductor. A power source and a bulb. A voltage source, a conductor, an ammeter and a switch. ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം കണ്ടീഷൻ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇതാ തന്നിട്ടുണ്ട്. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. എങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവരെല്ലാരെയും കണക്ട് ചെയ്യാൻ നമുക്ക് കണ്ടക്ടർ വേണ്ടേ, വയർ വേണ്ടേ? എങ്കിലല്ലേ ഇവരെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടക്ടർ ഇല്ലാതെ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവോ? ഇല്ല. ഓപ്ഷൻ എ അല്ല. നെക്സ്റ്റ്, ഒരു പവർ സോഴ്സ്. ഓപ്ഷൻ സി നോക്കുക. ഒരു പവർ സോഴ്സ് ഉണ്ട്, പിന്നെ ഒരു ബൾബും ഉണ്ട്. സോഴ്സും ഉണ്ട്, ഒരു ബൾബും ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവോ? ഇല്ല. അവരെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. വയർ വേണം, അല്ലെങ്കിൽ കണ്ടക്ടർ വേണം. സോ അവിടെയും കറണ്ട് ഫ്ലോ ഇല്ല. ഇനി അടുത്ത രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ആ വോൾട്ടേജ് സോഴ്സും ആ കണ്ടക്ടറും. ഒരു വോൾട്ടേജ് സോഴ്സും ഒരു കണ്ടക്ടറും ഉണ്ടെങ്കിൽ, ഒരു വോൾട്ടേജ് സോഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു, വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ വോൾട്ടേജ് സോഴ്സും കണ്ടക്ടറും ഉണ്ടെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ഇല്ലേ? ഉണ്ട്. അതുപോലെ ഒരു വോൾട്ടേജ് സോഴ്സ്, ഒരു കണ്ടക്ടറും ഉണ്ട്, അതിലൂടെയുള്ള കറണ്ട് അളക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മീറ്ററും ഉണ്ട്, ഇവരെ കണക്ട് ചെയ്യാൻ ഒരു സ്വിച്ചും ഉണ്ട്. ഇതിലൂടെയും ഒരു കറണ്ട് ഫ്ലോ ഇല്ലേ? നോക്കിയപ്പോ രണ്ട് ആൻസറും അല്ല. ക്വസ്റ്റ്യൻ എന്താണ്? മിനിമം റിക്വയർമെന്റ്. മിനിമം റിക്വയർമെന്റ്. സോ ഇതിൽ ഇത്രയും കമന്റ്സ് വേണം. അപ്പൊ മിനിമം വോൾട്ടേജ് സോഴ്സും കണ്ടക്ടറെങ്കിലും ഉണ്ടായിരുന്നാൽ മതി അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകാൻ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ക്ലിയർ ആണ്? നെക്സ്റ്റ്, ഫോർ എ വോൾട്ടേജ് സോഴ്സ്. ശ്രദ്ധിക്കുക, ഒരു വോൾട്ടേജ് സോഴ്സിന് ടെർമിനൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു സോഴ്സ് EMF. ടെർമിനൽ വോൾട്ടേജ് cannot exceed source EMF. Terminal voltage is always lower than source EMF. Terminal voltage is higher than source EMF. ഒരു വോൾട്ടേജ് സോഴ്സ് എടുത്തു. ഇതൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ 5 വോൾട്ട് എടുത്താൽ, ഇതൊരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ലോഡിന് അക്രോസ് ഇത് ഡെലിവറി ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? 5 വോൾട്ട് തന്നെ ആയിരിക്കും ഐഡിയല്. ഓക്കെ. പ്രാക്ടിക്കൽ ആണെങ്കിലോ? പ്രാക്ടിക്കൽ കേസിൽ ഒരു വോൾട്ടേജ് സോഴ്സിന് ഇൻ സീരീസ് ആയിട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് RS. സോ എന്ത് സംഭവിക്കും? ഒരു ലോഡിന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 5 വോൾട്ട് ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ, ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് RS, ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നു. 5നേക്കാൾ ചെറിയ വാല്യൂ മാത്രമേ എവിടെ വരുന്നുള്ളൂ? ടെർമിനൽ വോൾട്ടേജിൽ വരുന്നുള്ളൂ. ലെസ് ദാൻ 5 ആണ്. അതാണ് സോഴ്സ് EMF കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ.
E is equal to 5 volt. സോഴ്സ് EMF ആയ യേക്കാൾ ചെറുതായിരിക്കും ടെർമിനൽ വോൾട്ടേജ്. പക്ഷേ ഐഡിയൽ കേസിലോ സോഴ്സ് EMF is equal to ടെർമിനൽ വോൾട്ടേജ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കണം? ടെർമിനൽ വോൾട്ടേജ് is always lower than സോഴ്സ് EMF എന്ന് എടുക്കാൻ പറ്റുമോ? അത് ശരിയാണ്. പ്രാക്ടിക്കൽ കേസിൽ ടെർമിനൽ വോൾട്ടേജ് is always less than സോഴ്സ് EMF ആണ്. പക്ഷേ ഐഡിയൽ കേസോ ഏത് വോൾട്ടേജ് സോഴ്സും തന്നിട്ടുണ്ടോ? ഇല്ല. ഐഡിയൽ കേസിൽ എന്താണ്? രണ്ടും സമമാവാം. അപ്പൊ ഒരു കാര്യം മാത്രമേ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, വോൾട്ടേജ് സോഴ്സിന്റെ EMF-നേക്കാൾ വലുതാകാൻ പറ്റത്തില്ല നമ്മുടെ ടെർമിനൽ വോൾട്ടേജിന്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ടെർമിനൽ വോൾട്ടേജ് കനോട്ട് എക്സീഡ് സോഴ്സ് EMF. ഇവിടെ ടെർമിനൽ വോൾട്ടേജ് is equal to സോഴ്സ് EMF എപ്പോഴും ഈക്വൽ ആണോ? അല്ല. ടെർമിനൽ വോൾട്ടേജ് is always lower than സോഴ്സ് EMF ആണോ? ഐഡിയൽ കേസിലാണോ? അല്ല. ടെർമിനൽ വോൾട്ടേജ് is higher than സോഴ്സ് EMF ആണോ? അല്ല. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. Next, question number 9. A, B, C, D represent the transmission parameters of a two-port network. When is the network reciprocal? എന്നായിരുന്നു റെസിപ്രോക്കൽ ആകുന്നത് ABCD പാരാമീറ്ററിൽ? നമ്മൾ ഓൾറെഡി പാരാമീറ്റേഴ്സ് ടു പോർട്ട് നെറ്റ്വർക്സിൽ പഠിച്ചായിരുന്നു. ഓരോ പാരാമീറ്ററിന്റെയും Z പാരാമീറ്റർ ആയിക്കോട്ടെ, Y പാരാമീറ്റർ ആയിക്കോട്ടെ, H പാരാമീറ്റർ ആയിക്കോട്ടെ, ABCD പാരാമീറ്റർ ആയിക്കോട്ടെ, അതിന്റെ റെസിപ്രോക്കലിന്റെയും സിമെട്രിക്കലിന്റെയും കണ്ടീഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ABCD പാരാമീറ്ററിന്റെ കണ്ടീഷൻ എന്തായിരുന്നു റെസിപ്രോക്കൽ ആക്കുന്നതിന് വേണ്ടിയിട്ട്? AD മൈനസ് BC ഈക്വൽ ടു 1 ആയിരിക്കണം. ABCD ഇതായിരുന്നു ട്രാൻസ്മിഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ ABCD പാരാമീറ്ററിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇതിൽ AD മൈനസ് BC ചെയ്യുമ്പോൾ നമുക്ക് 1 വരണം. അങ്ങനെയാണെങ്കിൽ ആ നെറ്റ്വർക്ക് എന്താണ്? റെസിപ്രോക്കൽ ആണ്. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ ഒന്നുകൂടെ എടുത്ത് കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ഈസ് ഓപ്ഷൻ ക്വസ്റ്റ്യൻ 10 ആണ്. കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ഈസ് ആക്റ്റീവ്, bilateral, sorry, active and bilateral. Option B, passive and bilateral. Option C, active and unilateral. Option D, passive and unilateral. ഒന്നുകൂടെ, കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ആക്റ്റീവ് ആൻഡ് ബൈലാറ്ററൽ ആണോ, പാസീവ് ആൻഡ് ബൈലാറ്ററൽ ആണോ, ആക്റ്റീവ് ആൻഡ് യൂണിലാറ്ററൽ ആണോ, പാസീവ് ആൻഡ് യൂണിലാറ്ററൽ ആണോ? എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ് എന്ന്, എന്താണ് യൂണിലാറ്ററൽ, എന്താണ് ബൈലാറ്ററൽ എന്ന് ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം. ആക്റ്റീവ് എലമെന്റ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലേക്ക് എനർജി ഡെലിവറി ചെയ്യുന്ന എലമെന്റ് ആണ് ആക്റ്റീവ്. പാസീവ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിലെ എനർജി അബ്സോർബ് ചെയ്യുന്ന എലമെന്റ് ആണ് പാസീവ് എലമെന്റ്. യൂണിലാറ്ററൽ എന്ന് പറയുന്നത് ബോത്ത് ദി ഡിറക്ഷനിൽ സെയിം ഇമ്പിഡൻസ് ഓഫർ ചെയ്യാത്ത എലമെന്റ്സ് ആണ് യൂണിലാറ്ററൽ. ബൈലാറ്ററൽ എന്ന് പറയുന്നത് ബോത്ത് ദി ഡിറക്ഷനിൽ, ബൈലാറ്ററൽ എലമെന്റ് എന്ന് വെച്ചാൽ അതിന്റെ രണ്ട് ഡിറക്ഷനിലും പോസിറ്റീവ് നെഗറ്റീവ് ആയിരുന്നാലും നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരുന്നാലും അത് ഡെലിവറി ചെയ്യുന്ന ഇമ്പിഡൻസ് എന്ന് പറയുന്നത്, അത് ഓഫർ ചെയ്യുന്ന ഇമ്പിഡൻസ് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ അത് ബൈലാറ്ററൽ എലമെന്റ് ആണ്. നമുക്കൊന്ന് നോക്കാം. കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്, അത് ആക്റ്റീവ് ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ബൈലാറ്ററൽ ആണോ യൂണിലാറ്ററൽ ആണോ? നോക്കൂ, 5 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് എടുത്തു. ഇതാണ് നമ്മുടെ ലോഡ്. ഓക്കെ, ഇത് ഡെലിവറി ചെയ്യുന്ന കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. അത് എപ്പോഴും എനർജി ഡെലിവറി ചെയ്യുന്ന, പവർ ഡെലിവറി ചെയ്യുന്നതിന്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അതിൽ കറണ്ട് ഫ്ലോ ഉണ്ടോ? ഇല്ല, 0 ആണ്. സോ ദിസ് 5 വോൾട്ട് വോൾട്ടേജ് സോഴ്സ് ഡെലിവർ ഡിഫറെന്റ് ഇമ്പിഡൻസസ് ഇൻ ഡിഫറെന്റ് ഡിറക്ഷൻ. അല്ലെ, രണ്ട് ഡിറക്ഷനിലും വ്യത്യസ്തമായ ഇമ്പിഡൻസ് ആണ്. ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അത് എന്ത് ചെയ്യുന്നില്ല? കറണ്ട് ഫ്ലോയെ അനുവദിക്കുന്നില്ല. സോ ഇറ്റ്സ് ഇമ്പിഡൻസ് ഇസ് ഡിഫറെന്റ്, സോ ഇറ്റ് ഈസ് യൂണിലാറ്ററൽ. ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു യൂണിലാറ്ററലും യൂണി ഡിറക്ഷണലും തമ്മിൽ തിരിഞ്ഞു പോരുതെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു പോയിന്റും കൂടെ ഓർക്കുക ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഈ കേസിൽ എന്താണ്? ഇത് യൂണിലാറ്ററലും ആണ് യൂണി ഡിറക്ഷണലും ആണ്. കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആക്റ്റീവും ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 11. സൂപ്പർപോസിഷൻ തിയറം is not applicable for. അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. വോൾട്ടേജ് കാൽക്കുലേഷന് പറ്റത്തില്ലേ?
അതുപോലെ തന്നെ പാസീവ് എലമെന്റ്സ് ഉള്ള സർക്യൂട്ടിൽ പറ്റത്തില്ലേ? ബൈലാറ്ററൽ എലമെന്റ്സ് ഉള്ളതിൽ പറ്റത്തില്ലേ? പവർ കാൽക്കുലേഷന് പറ്റുമോ? ആ ഒരു ഓപ്ഷൻ നമുക്ക് ഒരു എക്സാമ്പിൾ ഇട്ട് തന്നെ നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ കണ്ടാണ്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, കുറെ എലമെന്റ്സ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സും കൂടെ വെച്ചിട്ടുണ്ട്, 5 വോൾട്ട്, ഇവിടെ ഒരു 2 ആംപിയർ ഞാൻ എടുത്ത് കണക്ട് ചെയ്തു. 1 ഓം, 2 ഓം, 3 ഓം. നമ്മുടെ ഉദ്ദേശം 3 ഓമിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യും? 2 ആംപിയറിന്റെ കറണ്ട് സോഴ്സിനെ ആക്റ്റീവ് ആക്കി വെച്ച് 5 വോൾട്ടിനെ ഇനാക്റ്റീവ് ആക്കുന്നു. 5 വോൾട്ട് ഇനാക്റ്റീവ് ആക്കാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ കിട്ടുന്ന കറണ്ടിനെ I1 എന്ന് പേരിട്ടു. അതുപോലെ 5 വോൾട്ടിനെ മാത്രം ആക്റ്റീവ് ആക്കി 2 ആംപിയർ കറണ്ട് സോഴ്സിനെ ഇനാക്റ്റീവ് ആക്കി 2 ആംപിയർ കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ അത് ഇനാക്റ്റീവ് ആകുന്നു. അപ്പോൾ 3 ഓമിലൂടെയുള്ള കറണ്ട് ആണ് I2. സോ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ 3 ohm when both the sources are acting. അതെന്താണ്? I1 plus I2 ആണ്. സോ എന്താണ്? കറണ്ട് കാൽക്കുലേഷൻ ഇത് യൂസ് ചെയ്യാം. അതുപോലെ വോൾട്ടേജ് കാൽക്കുലേഷനോ, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 3 ohm when 2 ampere is alone acting. അതുപോലെ 5 വോൾട്ട് is alone acting. അപ്പോഴുള്ള വോൾട്ടേജിനെ V2 എന്ന് വിളിച്ചാൽ, ആദ്യത്തെ കേസ് V1 എന്ന് വിളിച്ചാൽ, 3 ohമിന് അക്രോസ് ഉള്ള ടോട്ടൽ വോൾട്ടേജ് when both the sources are acting എന്ന് പറയുന്നത് എന്തായിരിക്കും? V1 plus V2 ആയിരിക്കും. സോ വോൾട്ടേജ് കാൽക്കുലേഷനും ഇത് പറ്റും. ഇവിടുത്തെ എലമെന്റ്സ് എന്താണ്? ബൈലാറ്ററൽ എലമെന്റ്സ് ആണ്, പാസീവ് എലമെന്റ്സ് ആണ്, അവിടെയും പറ്റും. പവർ കാൽക്കുലേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് കേസിൽ 2 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുമ്പോൾ ഇത് I1, 5 വോൾട്ട് മാത്രം ആക്ട് ചെയ്യുമ്പോൾ ഇത് I2. സോ ഫസ്റ്റ് കേസ് I1 മാത്രം ഉള്ളപ്പോൾ ഉള്ള കറണ്ട് കണ്ടുപിടിച്ചു, പ്ലസ് I2, അതായത് 2 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം ഉള്ളപ്പോൾ ഉള്ള കറണ്ട് I1 ആണ് ഫ്ലോയിങ് ത്രൂ 3 ഓം. അതുപോലെ 5 വോൾട്ട് സോഴ്സ് മാത്രം ആക്ടിങ് ആക്കുമ്പോൾ 3 ഓമിലൂടെ ഉള്ള കറണ്ട് ആണ് I2. അത് ചെയ്യുമ്പോൾ ടോട്ടൽ കറണ്ട് I കിട്ടും. പവർ കാൽക്കുലേഷൻ ഇത് ബാധകമാണെങ്കിൽ 5 വോൾട്ട് മാത്രം ബാധകം, അല്ലെങ്കിൽ 2 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം ആക്ടിങ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പവർ ലോസ് അക്രോസ് 3 ഓം എന്നുള്ളത് ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? I1 സ്ക്വയർ R എന്നെടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ I1 സ്ക്വയർ Rന് വരെ എന്തെന്ന് എടുക്കാം? I1 സ്ക്വയർ ഇൻറ്റു 3 എന്നെടുക്കാം. അതുപോലെ I2 5 വോൾട്ട് മാത്രം ആക്ടിങ് ആയിരിക്കുമ്പോൾ 3 ഓമിലൂടെയുള്ള കറണ്ട് I2 ആണ്. 2 ആംപിയർ കറണ്ട് സോഴ്സ് അപ്പൊ ഇനാക്റ്റീവ് ആണ്, ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പോൾ 3 ഓമിലൂടെയുള്ള കറണ്ട് I2 ആണ്. അപ്പോൾ ഉള്ള പവർ ലോസ് എന്താണ്? I2 സ്ക്വയർ ഇൻറ്റു 3 ആണ്. ക്ലിയർ ആണ്? ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടണമെന്നാണ് പറയുന്നത്? ആക്ച്വൽ പവർ ലോസ് അക്രോസ് 3 ഓം കിട്ടണം. അതായത് I സ്ക്വയർ ഇൻറ്റു 3 കിട്ടണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി 3 ക്യാൻസൽ ആയി പോയാൽ ബാക്കി എന്തെന്ന് കിട്ടും? I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ ഈക്വൽ ടു I സ്ക്വയർ. ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇങ്ങനെ വരുമോ? ഇല്ല. സോ I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ ഇസ് നോട്ട് ഈക്വൽ ടു I സ്ക്വയർ. ക്ലിയർ ആണ്? ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെ പറയാൻ കാര്യം എന്താ? ഈ I എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? I1 പ്ലസ് I2 ആണ്. അപ്പൊ I സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? I1 പ്ലസ് I2 ദി ഹോൾ സ്ക്വയർ ആണ്. സോ I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ എന്ന് പറയുന്നത് I1 പ്ലസ് I2 ദി ഹോൾ സ്ക്വയറിന് ഈക്വൽ ആണോ? അല്ല. കാര്യം I1 പ്ലസ് I2 ദി ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ പ്ലസ് 2I1 I2 എന്ന് പറയുന്ന ടേം കൂടെ ഇല്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ദിസ് ടേം. സോ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ പവർ കാൽക്കുലേഷൻ. ക്ലിയർ ആണ്? ഡൗട്ട് ഇല്ലല്ലോ? ഏത് മാത്രമാണ് ശരിയെന്നുള്ളത് നോക്കാം. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? സൂപ്പർപോസിഷൻ തിയറം ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ പവർ കാൽക്കുലേഷൻ. ക്ലിയർ ആണ്? നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇനി 12th ക്വസ്റ്റ്യൻ നോക്കാം. The S parameters for a two-port network are defined by E1 I2 is equal to H11 H12 H21 H22 into I1 E2. For the given two-port network, the value of H12 is given by H12 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്യൂട്ട് ഇതാണ്. നോർമൽ H പാരാമീറ്റർ പോലെ തന്നെയാണ്. റെപ്രസെന്റേഷൻ
വിക്ക് പകരം അവർ ഇ യൂസ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ, മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തെന്ന് എഴുതാം, മെട്രിക്സിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ ഡിപ്പെൻഡന്റ് വേരിയബിൾസ് E1ഉം I2 നമുക്കുണ്ട്. E1 ഈസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12 E2. I2 ഈസ് ഈക്വൽ ടു H21 I1 പ്ലസ് H22 E2. ഇതിൽ നിന്ന് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടി. നമുക്ക് വേണ്ട എന്ത് മാത്രമാണ്, H12 മാത്രമാണ്. ഫസ്റ്റ് ഇക്വേഷനിൽ നോക്കൂ, H12 എന്ന് വെച്ചാൽ എന്താണ്, H12 കിട്ടണം. അപ്പൊ ഈ ഒരു ടേം 0 ആയി പോകണം. അപ്പൊ H12 എന്താണ്, E1 by E2 ആണ് വരേണ്ടത്. അറ്റ് I1 ഈക്വൽ ടു 0. I1 0 ആയിരിക്കുമ്പോൾ I1 0 എന്ന് വെച്ചാൽ എന്താണ്, ഈ ഒരു സെക്ഷൻ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിരിക്കണം. ക്ലിയർ ആണ്? ഇത് ഓപ്പൺ സർക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സർക്യൂട്ടിനെ അനലൈസ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോർമലി അവിടെ തുറന്നിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ഓപ്പൺ സർക്യൂട്ട് ആണോ? അല്ല, അവിടെ E1ഉം I1ഉം ഒക്കെ നോർമലി ഉണ്ട്. ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, I1നെ പോർട്ട് 1നെ ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ സർക്യൂട്ട് ചെയ്തു, I1നെ 0 ആക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി സർക്യൂട്ട് നോക്കൂ, ഇവിടെ E2 ഉണ്ട്. E2 കാരണം I2 ഫ്ലോ ചെയ്യുന്നു. ഇവിടെ വെച്ച കറണ്ട് സ്പ്ലിറ്റ് ആയി. ഇവിടെ 2 ഓം, ഇവിടെ 4 ഓം, ഇവിടെ 2 ഓം, ഇവിടെ 2 ഓം, ഇവിടെ 4 ഓം. പക്ഷേ ഇതിലൂടെയുള്ള കറണ്ട് എന്താണ്, കറണ്ട് ഇസിക്കൽ ടു 0 ആണ്. ഇവിടുത്തെ വോൾട്ടേജ് E1 ആണ്. ഇവിടുത്തെ വോൾട്ടേജ് E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ല, ഇവിടെ ഡ്രോപ്പ് ഇല്ല. സോ ഇവിടത്തെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് തന്നെയാണ്, E1 തന്നെയാണ്. അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നെക്സ്റ്റ്, ഇനി E2ഉം I2ഉം ഉണ്ട്. I2 എന്ന് പറയുന്നത് എന്താണ്, E2 കാരണം ഈ സർക്യൂട്ടിൽ ഉണ്ടായ കറണ്ട് I2. സോ E2ന് ഇവിടെ നിന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണ്ടേ. E2ന് ഇവിടെ നിന്ന് ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, അപ്പൊ എവിടെ നിന്ന് സോൾവ് ചെയ്ത് വരണം, ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് വരണം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഇല്ല. അപ്പൊ ഈ 2 ഓമും 2 ഓമും എന്താണ്, സീരീസ് ആണ്. സോ 4 ഓം എന്ന് വരും. 2 ഓം പ്ലസ് 2 ഓം 4 ഓം വന്നു. 4 ഓം പ്ലസ് 4 ഓമും 4 ഓമും പാരലായിട്ട് വന്നു. അപ്പൊ എന്തെന്ന് കിട്ടി, 2 ഓം എന്ന് വന്നു. 2 ഓമും 2 ഓമും സീരീസ്, അപ്പൊ 4 ഓം എന്ന് വന്നു. മനസ്സിലായില്ലെങ്കിൽ ശ്രദ്ധിക്കുക. ഈ 2 ഓമിന് ഈ 2 ഓമിന് എനിക്ക് എങ്ങനെ എടുക്കാം, 4 ഓം എന്ന് എടുക്കാം. ഓക്കെ, ഓൾറെഡി അവിടെ ഒരു 4 ഓം ഉണ്ട്. ഇവിടെ 4 ഓം ഓൾറെഡി ഉള്ള ഒരു 4 ഓം. ഇവിടെ ഒരു 2 ഓം ഉണ്ട്. E2 അപ്ലൈ ചെയ്തു, I2 ഉണ്ടായി. ഇവിടെ 2 ഓം, 4 ഓമും 4 ഓമും പാരലായിട്ട് വന്നു. R1 R2 by R1 plus R2 ചെയ്യുമ്പോൾ എന്തെന്ന് കിട്ടും, 2 ഓം എന്ന് കിട്ടും. ഇല്ലെങ്കിൽ തന്നെ ഓർക്കാൻ എളുപ്പം എങ്ങനെയാണ്, റെസിസ്റ്റേഴ്സ് ഓഫ് സെയിം വാല്യൂ പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാരലൽ റെസിസ്റ്റേഴ്സ്. R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ രണ്ടെണ്ണം പാരലായിട്ട് വന്നാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്, R/2. അതുപോലെ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് പാരലായിട്ട് വന്നാലോ, R/n. ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ 4 ഓം ഇൻ പാരലൽ വിത്ത് 4 ഓം എത്ര വരും, 2 ഓം. 2 ഓമും ഈ 2 ഓമും എന്താണ്, സീരീസ് ആയിട്ട് വരുന്നു. ഓക്കെ, ഈ 4 ഓം എന്തായിട്ട് വരുന്നു, 2 ഓം ആയി. 2 ഓം ഇൻ സീരീസ് വിത്ത് 2 ഓം. ക്ലിയർ ആണ്? ടു ഓം ഇൻ സീരീസ് വിത്ത് 2 ഓം ആയി. നെക്സ്റ്റ് റെസിസ്റ്റൻസ് എത്രയാണ് ഇവിടെ നിന്ന് ഫേസ് ചെയ്യുന്നത്, E2 ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എത്രയാണ്, ഇവിടെ നിന്ന് സോൾവ് ചെയ്ത് വരിക. ഇവിടെ നിന്നുള്ള റെസിസ്റ്റൻസ് കാണണമെങ്കിൽ ഈ ഒരു എന്ത് സോൾവ് ചെയ്ത് വരിക. 2 ഓം 2 ഓം ഇപ്പൊ എന്തായി, സീരീസ് ആയി. സോ R എഫക്റ്റീവ് എന്താണ്, 4 ഓം ആണ്. സോ E2ന് എനിക്ക് എന്തെന്ന് എഴുതാം, E2 is equal to എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ഇൻറ്റു അതുണ്ടാക്കിയ കറണ്ട് I2. അപ്പൊ R ഇൻറ്റു I അല്ലേ വോൾട്ടേജ്. ഇപ്പൊ ഇവിടെ എന്താണ്, R എഫക്റ്റീവ് ഇൻറ്റു I2. R എഫക്റ്റീവ് എത്രയെന്ന് വന്നു, 4 എന്ന് വന്നു. 4 ഇൻറ്റു I2 ആണ് എന്ത്, E2. അതവിടെ കിട്ടി. നെക്സ്റ്റ്, ഇനി ശ്രദ്ധിക്കുക, E2 ഇസിക്കൽ ടു 4 ഇൻറ്റു I2. I2ന്റെ ടേംസിൽ കിട്ടി. നമുക്ക് വേണ്ട H12 ഇസിക്കൽ ടു E1 by E2 ആണ്. ഇനി E1നെയും കൂടെ I2ന്റെ ടേമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകാൻ പറ്റത്തില്ലേ. സോ നമുക്കൊന്ന് നോക്കാം.
E1 എങ്ങനെ I2 ടേമിൽ കൊണ്ടുവരാം? ഓൾറെഡി പറഞ്ഞു. ഇവിടെ 4 ohmൽ കൂടെ കറണ്ട് ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. സോ E1 വിൽ ബി ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് 2 ohmനുള്ള വോൾട്ടേജിന് അക്രോസ് തന്നെയാണ് എന്റെ E1. അപ്പൊ ഇതാണ് എന്റെ E1 എങ്കിൽ 2 ohmന് അക്രോസ് E1 മാർക്ക് ചെയ്തു. അതിലൂടെയുള്ള കറണ്ട് ഫ്ലോ ഇൻറ്റു 2 ചെയ്താൽ E1 കിട്ടത്തില്ലേ? അതിലൂടെയുള്ള കറണ്ടിന് ഞാൻ I2 ഡാഷ് എന്ന് വെറുതെ ഒരു പേരിട്ട് വിളിച്ചാൽ I2 ഡാഷ് ഈസ് ഈക്വൽ ടു എന്താണ്? I2 ഡാഷ് ഈസ് ഈക്വൽ ടു കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം I2 ഇൻറ്റു ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 2 + 2 4 + 4 8. അപ്പൊ എന്തെന്ന് കിട്ടി? I2 by 2 എന്ന് കിട്ടി. അല്ലെങ്കിൽ തന്നെ ഇവിടെ 4 ohm അല്ലേ, ഇവിടെയും 4 ohm അല്ലേ, ഈക്വലി ഡിവൈഡ് ആയി പോകത്തില്ലേ? അപ്പൊ I2 by 2 അല്ലേ ഈ E1 ലൂടെ ഉള്ള കറണ്ട് എന്ന് പറയുന്നത്. സോ E1 എനിക്ക് എന്തെന്ന് എഴുതാം? E1 is equal to 2 into അതിലൂടെ ഉള്ള കറണ്ട് I2 by 2. So it can be written as I2. So H12 is equal to E1 by E2. E1 എന്തെന്ന് കിട്ടി? I2 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ E2 എന്ന് വെച്ചാൽ 4I2 ആണ്. I2 ആയിട്ട് ക്യാൻസൽ ആയി. ബാക്കി എത്ര വരും? 1/4 വന്നു. 1/4 0.25 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണേ? അതുപോലെ തന്നെ മറ്റൊരു കൺസെപ്റ്റും കൂടെ പറയാനുണ്ട്. കറണ്ട് ഡിവിഷൻ റൂളില് ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥ കൺസെപ്റ്റ് അതല്ല. ലൈവ് ക്ലാസ്സിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടോട്ടൽ കറണ്ട് ഇൻറ്റു ഏതിലൂടെയുള്ള കറണ്ട് ആണോ നമുക്ക് വേണ്ടത്, ആ കറണ്ട് പോകുന്ന പാത്തിലൂടെയുള്ള കണ്ടക്ടൻസ്, ടോട്ടൽ കറണ്ട് ഇൻറ്റു ദാറ്റ് കണ്ടക്ടൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കണ്ടക്ടൻസ്. അതായത് I2 ഡാഷ് ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു ഇവിടെ കൂടെ ഉള്ള കറണ്ട് ആണ് വേണ്ടത്. I2 ഇൻറ്റു 1/4 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് 1/4. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണോ സാറേ? എന്തിനാണ്? ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഇത് 2 എലമെന്റ്സ് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ പറ്റത്തുള്ളൂ. ഈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് 3 അതിൽ കൂടുതലോ വന്നാൽ വേറെ മാർഗമില്ല. നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. സോ കറണ്ട് ഡിവിഷൻ റൂളിന്റെ കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കി വേണം ചെയ്യാൻ. സോ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? H12 is equal to 1/4 എന്ന് വന്നു. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. A practical current source is represented by, നമുക്കറിയാം, a resistance in parallel with an ideal current source. അത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ലൈവ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന് ഇൻ സീരീസ് ആയിട്ടാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് വരുന്നത്. പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആകുമ്പോൾ ഐഡിയൽ കറണ്ട് സോഴ്സിന് പാരലൽ ആയിട്ട് വേണം ഇന്റേണൽ റെസിസ്റ്റൻസ് വരാൻ. അതും ക്ലിയർ ആണ്. 14th question. A constant current source supplies a current of 300 milliampere to a load of 1 kilo ohm. When the load is changed to 100 ohm, the load current will be. ഒരു കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നു നമുക്ക്. അതൊരു ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 300 മില്ലി ആംപിയർ ആയിരുന്നു. 300 മില്ലി ആംപിയർ ആയിരുന്നു ആ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ഡെലിവർ ചെയ്തുകൊണ്ടിരുന്നത്. ആ ലോഡിന്റെ വാല്യൂ അപ്പൊ എന്തായിരുന്നു? 1 കിലോ ഓം ആയിരുന്നു. ഇനി ഈ 1 കിലോ ഓം റെസിസ്റ്ററിനെ ഞാൻ മാറ്റി 100 ഓം റെസിസ്റ്റർ ആക്കുമ്പോൾ ഈ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ഡെലിവർ ചെയ്യുന്ന കറണ്ട് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ത് തന്നെയാണ്? 300 മില്ലി ആംപിയർ തന്നെയാണ്. ക്ലിയർ ആണ്? കാര്യം കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് അല്ലേ. ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലോഡ് കണക്റ്റഡ് അക്രോസ് ദി കറണ്ട് സോഴ്സ്, ദി കറണ്ട് ഡെലിവേർഡ് ബൈ ദി ഐഡിയൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് വിൽ ബി സെയിം. ക്ലിയർ ആണല്ലോ? നിങ്ങൾ മെഷീൻ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും നോഡൽ അനാലിസിസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അറിയാം, ഒരു കറണ്ട് സോഴ്സ് ഒരു ബ്രാഞ്ചിലൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യത്തില്ല? ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഈക്വൽ ടു കറണ്ട് എന്ന കൺസെപ്റ്റിൽ എടുക്കത്തില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദി റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ ദാറ്റ് ബ്രാഞ്ച്, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ആ കറണ്ട് സോഴ്സിന്റെ വാല്യൂ ആയിരിക്കും ആ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ടിന്റെ വാല്യൂ. ക്ലിയർ ആണ്? നെക്സ്റ്റ് 14th ഓപ്ഷൻ ബി ആണ് ആൻസർ. 15th question. In the circuit given below, I equal to 1 ampere for IS equal to 0.
IS 0 ആയിരിക്കുമ്പോൾ ഐയുടെ വാല്യൂ 1 ആംപിയർ ആണ്. ഈ 1 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് ഐ എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. IS എന്ന് പറയുന്നത് ഈ കറണ്ട് സോഴ്സ് ആണ്. ഈ കറണ്ട് സോഴ്സിന്റെ വാല്യൂ 0 ആംപിയർ ആവുമ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ഐ ഫോർ IS ഈക്വൽ ടു 2 ആംപിയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്തായിരുന്നു? IS 0 ആകുമ്പോൾ ഐയുടെ വാല്യൂ 1 ആംപിയർ എന്ന് വെച്ചാൽ എന്താണ്? IS എന്ന് പറയുന്നത് 0, കറണ്ട് സോഴ്സിന്റെ വാല്യൂ 0, ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട് എന്നാണ് അർത്ഥം. കറണ്ട് സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമ്പോൾ ഐയുടെ വാല്യൂ 1 ആംപിയർ. അതിന്റെ അർത്ഥം എന്താ? ഈ വോൾട്ടേജ് സോഴ്സ് കാരണം മാത്രം 1 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആണ്. അത് ക്ലിയർ ആണ്? ഇത് സൂപ്പർ പൊസിഷൻ തിയറം പോലെ അല്ലേ? ഇപ്പൊ വോൾട്ടേജ് സോഴ്സ് മാത്രം ഉള്ളപ്പോഴുള്ള കറണ്ടിന്റെ വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്? 1 ആംപിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് ഐ ഫോർ IS ഈക്വൽ ടു 2 ആംപിയർ. നമുക്ക് ആ പടം ഒന്ന് വരച്ചു നോക്കാം. IS 2 ആംപിയർ ആയിരിക്കുമ്പോൾ ഈ ടൈമില് നമ്മുടെ ഐയുടെ വാല്യൂ എന്താകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് മൊത്തം നമ്മൾ ചെയ്യണോ? വേണ്ട. ഓൾറെഡി ഈ വോൾട്ടേജ് സോഴ്സ് മാത്രം ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് അറിയാം. അത് എത്രയാണ്? 1 ആംപിയർ ആണ്. I1 ഈസ് ഈക്വൽ ടു 1 ആംപിയർ നമ്മളിലുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്താൽ മതി? കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ ചെയ്യാം? 2 ആംപിയറിന്റെ കറണ്ട് സോഴ്സ് ഇവിടെ ഉണ്ട്, അത് മാത്രം ആക്ടിങ് ആണ്. അപ്പോൾ ഉള്ള ഐ കണ്ടുപിടിക്കണം. 1 ഓം ഇവിടെ ഉണ്ട്, ഇവിടെ 1 ഓം ഉണ്ട്, ഇവിടെ 1 ഓം ഉണ്ട്. വോൾട്ടേജ് സോഴ്സിന് എന്ത് പറ്റും? കറണ്ട് സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്നു. ഓൾ അതർ സോഴ്സസ് ആർ റീപ്ലേസ്ഡ് ബൈ ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇത് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആണ്. കാര്യം ക്വസ്റ്റ്യനിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് തരാത്തിടത്തോളം തന്നിരിക്കുന്ന വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും ഒക്കെ എന്താണ്? ഐഡിയൽ ആണ്. സോ ദിസ് വോൾട്ടേജ് സോഴ്സ് ഷുഡ് ബി റീപ്ലേസ്ഡ് വിത്ത് ഷോർട്ട് സർക്യൂട്ട്. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ ഈ 1 ഓമിലൂടെ ഉള്ള കറണ്ട് എത്രയാണ്? അതല്ലേ നമ്മുടെ I2 എന്ന് പറയുന്നത് നമുക്ക് വേണ്ട കറണ്ട്. I2 is equal to കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് നോക്കാം. അതായത് ഷോർട്ട് അല്ലേ, ഈ 2 ആംപിയർ ഇവിടെ വന്ന് കുറച്ച് ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി, കുറച്ച് ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി. ഈ സ്പ്ലിറ്റ് ആയ കറണ്ട് ഇവിടെ വന്നിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഏത് പാത്ത് ചൂസ് ചെയ്യും? എന്റെ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദിസ് ഷോർട്ട് സർക്യൂട്ട് പാത്ത്. ഈ റെസിസ്റ്ററിന് അവിടെ എഫക്ട് ഇല്ലാണ്ടാകുന്നു, അതിലൂടെ കറണ്ട് ഇല്ല. സോ എൻറ്റയർ ആയിട്ട് എത്ര റെസിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ? ദിസ് 1 ഓം, ദിസ് 1 ഓം മാത്രമേ ഉള്ളൂ. സോ 2 ആംപിയർ എങ്ങനെ സ്പ്ലിറ്റ് ആവും? ഈക്വലി ഡിവൈഡ് ആയി പോകും. സോ I2 is equal to എന്തെന്ന് കിട്ടുന്നു? 1 ആംപിയർ എന്ന് കിട്ടുന്നു. സോ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ 1 ഓം റെസിസ്റ്റർ, ഈ തന്നിരിക്കുന്ന ഐ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ സെയിം ഡിറക്ഷൻ അല്ലേ? രണ്ടും മേലിൽ നിന്ന് താഴോട്ട്, I1 ഉം മുകളിൽ നിന്ന് താഴോട്ട് വരുന്നു, I2 ഉം മേലിൽ നിന്ന് താഴോട്ട് വരുന്നു. സോ I is equal to I1 plus I2 equal to 1 plus 1 2 ആംപിയർ എന്ന് കിട്ടി. ക്ലിയർ ആണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When the power transferred to load is maximum, the efficiency of power transfer is. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം പവർ നമ്മുടെ ലോഡിലേക്ക് ഒരു സോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഒരു ലോഡിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഒരു പവർ ട്രാൻസ്ഫറിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എത്രയാണ്? 50% ആണ്. അതിന്റെ ഡെറിവേഷൻ ഒക്കെ ലൈവ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ എടുത്ത് നോക്കുക. 50%. ഇനി ഈ ഒരു ഓപ്ഷൻസിൽ ലെസ് ദാൻ 50% എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏത് ചൂസ് ചെയ്യുമായിരുന്നു നമ്മള്? 50 അല്ല, മോർ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത് ലെസ് ദാൻ 50 ആണ്. കാര്യം ബാക്കി വയർ ലോസ് എല്ലാ കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. സോ ലെസ് ദാൻ 50% ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ചൂസ് ചെയ്തേനെ. ഇപ്പൊ ഓപ്ഷനിൽ ലെസ് ദാൻ 50% ഇല്ല. സോ ഓപ്ഷൻ സി 50% ആണ് ആൻസർ. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Okay, next 17th question നോക്കാം. For the two-port network shown in the figure, the Z matrix is given by. തന്നിരിക്കുന്ന സർക്യൂട്ടിൽ നിന്ന് Z പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ലൈവ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Z പാരാമീറ്റർ ആയിരുന്നാലും Y പാരാമീറ്റർ ആയിരുന്നാലും എളുപ്പത്തിന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന രണ്ട് മെഷേഴ്സ് മറ്റുള്ള സർക്യൂട്ട്സ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് മെഷ് അനാലിസിസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഇക്വേഷന് നമ്മുടെ Z പാരാമീറ്ററിന്റെ ഇക്വേഷൻസ് ആയിട്ട് കമ്പയർ ചെയ്യുക. Z പാരാമീറ്ററിന്റെ ഇക്വേഷൻസ് എന്തായിരുന്നു? V1 ഉം V2 ആയിരുന്നു ഡിപെൻഡന്റ് വേരിയബിൾസ്. V1 is equal to Z11 I1 plus Z12 I2. V2 എന്ന് പറയുന്നത് Z21 I1 plus Z22 I2. ഇനി മെഷ് വണ്ണില് ഈ കാണുന്ന മെഷ് വണ്ണില് എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. നമുക്കറിയാം ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇനി നമുക്ക് KVL അപ്ലൈ ചെയ്യാം. മൈനസിൽ നിന്ന് പ്ലസിലേക്ക്, അപ്പം പ്ലസ് V1 മൈനസ് I1 Z1 ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, I2 Z1 ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ്? മൈനസ് I1 Z1 ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ അല്ലേ നമ്മളിപ്പോ സഞ്ചരിക്കുന്നത്. സോ I1 Z1 next minus I2 Z2 equal to 0. ഇങ്ങനെ എങ്ങനെ എഴുതാം? V1 is equal to ഈ സ്മോൾ I1 ഉം ക്യാപിറ്റൽ I1 ഉം നമുക്ക് നേരത്തെ ഇക്വേഷന്റെ ഫോമിലോട്ടാണ്. ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരത്തില്ല. സോ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? Z1 I1 പ്ലസ് Z2 I2. ഓക്കെ, ഇനി ഇക്വേഷൻ 1ഉമായി ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 3. ഇക്വേഷൻ 1ഉമായി ഇക്വേഷൻ 3 കമ്പയർ ചെയ്യൂ. എന്തെന്ന് കിട്ടും? Z11 is equal to Z1, Z12 is equal to Z2. ഓക്കെ, രണ്ടെണ്ണം ആയല്ലോ. ഇനി അപ്ലൈ മെഷ് അനാലിസിസ് ഇൻ സെക്കൻഡ് മെഷ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പ്ലസ് V2 മൈനസ് I2 Z2 minus I2 Z1 minus I1 Z1 equal to 0. ഇതെങ്ങനെ എഴുതാം? V2 is equal to I1 Z1 plus I2 Z1 plus I2 Z2, that is equal to implies V2 equals Z1 I1 plus Z1 plus Z2 I2. Compare equation 4 and equation 2. V2 equal to എന്ന് പറയുന്ന equation 2 അല്ലേ? അപ്പൊ equation 2 ആയിട്ട് equation 4 കമ്പയർ ചെയ്യൂ. എന്ത് കിട്ടും? Z21 is equal to Z1, Z22 is equal to Z1 plus Z2. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ അല്ലേ? ഓപ്ഷൻ ഡി അല്ല, 1 സെക്കൻഡ്. Z11 is equal to Z1, Z12 is equal to Z2. സോറി, ഇക്വേഷൻ 3-ൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. മെഷ് 1 അല്ലേ നമ്മൾ അവിടെ അനലൈസ് ചെയ്തത്. V1 മൈനസ് I1 Z1 മൈനസ് I2 Z2 ഈക്വൽ ടു 0. ഈ മൈനസ് I2 Z2 ആണോ? അല്ല, മൈനസ് I2 Z1 ഈ മെഷ് അല്ലേ? അപ്പൊ ഇതെന്താണ്? 1 ആണ്. സോ Z12 is equal to Z1. അതുപോലെ ഇവിടെ Z21 ഈക്വൽ ടു Z1 വന്നു, Z22 is equal to Z1 plus Z2 വന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ്
18th question. Millman's theorem yields equivalent impedance or resistance, current source, voltage or current source. ഏതായിരുന്നു ആൻസർ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. മിൽമാൻസ് തിയറം ഒറ്റയ്ക്കാണോ? അല്ല. വോൾട്ടേജ് സോഴ്സിന്റെ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ മിൽമാൻസ് തിയറം യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡ്യുവൽ ഓഫ് മിൽമാൻസ് തിയറം അത് യൂസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് വരുന്നതിന് വേണ്ടിയിട്ട് ഡ്യുവൽ ഓഫ് മിൽമാൻസ് തിയറം യൂസ് ചെയ്യും. സോ മിൽമാൻസ് തിയറം is applicable to obtain voltage or current source. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വോൾട്ടേജ് സോഴ്സ് ഓപ്ഷൻ സി മാർക്ക് ചെയ്ത് വെക്കരുത്. കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസും ആകാം. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 19. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഹാവ്, നമുക്കറിയാം എന്താണ്? സീറോ ഇന്റേണൽ റെസിസ്റ്റൻസ്. അതും നമ്മൾ ലൈവ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ്. എന്തുകൊണ്ടാണ്? ഒരു 5 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അത് ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്നത് 5 വോൾട്ട് തന്നെ ആയിരിക്കും ഐഡിയൽ കേസിൽ. ഓക്കെ, കാര്യം 5 വോൾട്ട് വോൾട്ടേജ് സോഴ്സിന് ലോഡ് 6 ഉണ്ട്. 5 വോൾട്ട് വോൾട്ടേജ് സോഴ്സിന്റെ ഉദ്ദേശം എന്താണ്? ലോഡിന് ക്രോസ് 5 വോൾട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു റെസിസ്റ്റർ വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകത്തില്ലേ? സോ ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് വരണം? സീരീസ് ആയിട്ട് ഒരു 0 ഇന്റേണൽ റെസിസ്റ്റൻസ് വേണം വരാൻ. ഏതില്? വോൾട്ടേജ് സോഴ്സിന്റെ കേസില്. സോ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഹാവ് 0 ഇന്റേണൽ റെസിസ്റ്റൻസ്. പ്രാക്ടിക്കലിന്റെ കേസിലാണെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് എ വെരി ലോ വാല്യൂ. ക്ലിയർ ആണ്? നെക്സ്റ്റ് 8th question നോക്കാം. For the circuit shown in the given figure, the current I is given by, തന്നിരിക്കുന്നതിലെ കറണ്ട് I കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സർക്യൂട്ടിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ ഇത് കണ്ടോ, 3 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇതാ. ഇതിന്റെ ഇടയിൽ വേറെ ഒരു എലമെന്റ്സും ഇല്ല. സോ ഈ 3 ഓമിന് അക്രോസ് വരുന്നത് 3 വോൾട്ട് തന്നെയാണ്. സോ 3 ഓമില് 3 വോൾട്ട്. അപ്പൊ അവിടുത്തെ കറണ്ട് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും 3 ഡിവൈഡഡ് ബൈ 3 1 ആംപിയർ ആയിരിക്കും ഇതിലൂടെയുള്ള കറണ്ട്. ഓക്കെ, നമുക്കറിയാം. ഇനി നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് 3 വോൾട്ട് എന്നും അറിയാം. ഈ ഒരു പോയിന്റിൽ അത് വി എക്സ് എന്ന് പേരിട്ടാൽ നമുക്ക് വി എക്സ് നോഡൽ അനാലിസിസ് വെച്ച് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ഇവിടെ വന്നു കയറുന്നത് കറണ്ട് +6 മൈനസ് വി എക്സ് ബൈ 1 മൈനസ് വി എക്സ് മൈനസ് 3 ബൈ 2 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എൽസിയം എടുക്കൂ. 12 മൈനസ് വി എക്സ് 12 മൈനസ് 2 വി എക്സ് മൈനസ് വി എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. 15 minus 3 Vx equal to 0. Vx is equal to 15 by 3. So 5 volt എന്ന് വന്നു. Vx ന്റെ വാല്യൂ 5 volt. അങ്ങനെയാണെങ്കിൽ I എന്ത് വരും? I is equal to Vx minus 3 by 2 ആണ്. So 5 minus 3 by 2. 2 by 2 equal to 1 ampere. Clear ആണ്? Next question. Option C ആണ് answer. First question നോക്കാം. For a pi network with admittances YA and YB are shunt arms and YC as the series arm, the value of Y11, Y12 and Y22 will be respectively. Pi network ആണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന പൈ നെറ്റ്വർക്ക് നമുക്ക് നോക്കാം. സോറി, V2 I2 V1 I1. ഓക്കെ, പേരുകൾ എന്തൊക്കെയായിരുന്നു? Y and YB are shunt arms. ഇത് YA, ഇത് YB and YC is the series arm. അങ്ങനെയാണെങ്കിൽ Y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനായിരുന്നു.
നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പൈ പാരാമീറ്റേഴ്സ് പൈ നെറ്റ്വർക്കില് വൈ പാരാമീറ്റേഴ്സ് എങ്ങനെയായിരുന്നു കോമൺ ആയിട്ട് വരുന്ന ഏതെന്ന് നോക്കുക. YC ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ സെക്കൻഡ് എലമെന്റ് -YC, തേർഡ് എലമെന്റ് -YC, ഫസ്റ്റ് എലമെന്റോ ആദ്യം കാണുന്ന YAയും കോമൺ ആയിട്ട് വന്നതിനെയും കൂടെ ആഡ് ചെയ്യുക. YA പ്ലസ് YB ആണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ്. അതുപോലെ ലാസ്റ്റ് എലമെന്റോ ലാസ്റ്റ് കിടക്കുന്ന YBയും കോമൺ ആയിട്ടുള്ള YCയും കൂടെ ആഡ് ചെയ്യുക. YB പ്ലസ് YC എങ്ങനെ വന്നു എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലൈവ് ക്ലാസ്സിൽ. ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ എടുത്ത് നോക്കുക. സോ Y is equal to YA plus YC minus YC minus YC YB plus YC. ഇതാണ് നമ്മുടെ Y പാരാമീറ്റേഴ്സ്. ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? Y11 ചോദിച്ചിട്ടുണ്ട്, Y12 ചോദിച്ചു, Y22 ചോദിച്ചു. YA plus YC minus YC YB plus YC, ഓപ്ഷൻ B ആണ് ആൻസർ. Next, a dependent source may be a current source or voltage source, is always a voltage source, is always a current source, neither a current source nor a voltage source. ആൻസർ എന്താണ്? ഡിപെൻഡന്റ് സോഴ്സ് കറണ്ട് സോഴ്സും ആകാം, ഒരു വോൾട്ടേജ് സോഴ്സും ആകാം. ക്ലിയർ ആണ്. ഇനി ഓപ്ഷൻ എ ഇവിടെ ഇല്ല, പകരം ഓപ്ഷൻ ഡിയില് നെയ്തർ ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ് നോർ ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി എടുക്കണമായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്. കാര്യം അത് ഐഡിയൽ അല്ല, കാര്യം അത് സർക്യൂട്ടിലെ മറ്റ് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഡിപെൻഡന്റ് സോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. Next 23rd question. 12 1-ohm resistors are used as edges to form a cube. The resistance between two diagonally opposed corners of the cube is. ഇത് പലതവണ PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കയ്യിലൊരു ക്യൂബ് ഉണ്ട്. ക്യൂബിന്റെ ഓരോ സൈഡ് അല്ലെങ്കിൽ ഓരോ എഡ്ജും ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ റെസിസ്റ്റർ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ക്യൂബ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ക്യൂബിന്റെ ഓരോ റെസിസ്റ്ററിന്റെ വാല്യൂ 1 ohm ആണ്. നമുക്കത് ജനറലൈസ് ചെയ്ത് R ohm എന്നാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയഗണലി ഓപ്പോസിറ്റ് ഇങ്ങേയറ്റത്തെ കോർണർ എ, ഇങ്ങേയറ്റത്തെ കോർണർ ബി, ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട്. ഡയഗണലി ഓപ്പോസിറ്റ് ആകുമ്പോൾ എയും ഈ പോയിന്റും എടുക്കരുത്, എയും മറ്റേ ബിനും അക്രോസ് ഉള്ള റെസിസ്റ്റൻസ് എത്ര വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓർത്ത് വെക്കുക, അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്കിപ്പോ ഡിറൈവ് ചെയ്യാൻ നിൽക്കേണ്ട. R effective is equal to 5/6 times of R. ഓരോ റെസിസ്റ്ററിന്റെയും വാല്യൂ ഇൻറ്റു 5/6 ചെയ്യുമ്പോൾ R effective കിട്ടും. ഇവിടെ 1 ohm ആണ് ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ, സോ effective resistance is 5/6 ohm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡിയൽ കറണ്ട് സോഴ്സ് ഹാവ്, ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഐഡിയൽ വോൾട്ടേജ് സോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ. ഐഡിയൽ കറണ്ട് സോഴ്സിന് എങ്ങനെയാണ്? കറണ്ട് സോഴ്സിനെ സംബന്ധിച്ച് ഒരു 5 ആംപിയറിന്റെ കറണ്ട് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലോഡിലേക്ക് 5 ആംപിയർ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് കറണ്ട് സോഴ്സിന്റെ ആഗ്രഹം. ഐഡിയലി എന്താണ്? 5 ആംപിയർ ആണെങ്കിൽ 5 ആംപിയർ തന്നെ ലോഡിലേക്ക് കൊടുക്കും. ഇനി 5 ആംപിയർ കൊടുത്തു, ഇത് പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് ആണെങ്കിൽ 5 എത്തോ? ഇല്ല, അറൌണ്ട് 4.5 എത്തിയെന്ന് വെച്ചോ. ഉദാഹരണം 4.5 കിട്ടിയുള്ളൂ. ബാക്കി 0.5 എവിടെ പോയി? കറണ്ട് ഡിവൈഡ് ആയി പോണെങ്കിൽ അവിടെ എന്ത് വരണം? പാരലൽ ആയിട്ട് റെസിസ്റ്റൻസ് വരണം. ഈ പാരലാണ് എന്റെ R ഇന്റേണൽ. അതിന്റെ വാല്യൂ എന്തായിരിക്കണം? വളരെ ഹൈ വാല്യൂ ആയിരിക്കണം. ഇല്ലെങ്കിൽ കൂടുതൽ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്താൽ ലോഡിലേക്ക് കുറച്ച് കറണ്ട് എത്തത്തുള്ളൂ. സോ വളരെ കുറച്ച് കറണ്ട് മാത്രമേ ഇന്റേണൽ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഈ കാണിച്ചിരിക്കുന്ന കറണ്ട് ഡയറക്ഷൻ അല്ല, R ഇന്നിന്റെ വാല്യൂ ഹൈ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരോ ഇട്ടിരിക്കുന്നത്. കൺഫ്യൂഷൻ ആകരുത്. ഓക്കെ, സോ 5 ആംപിയർ കുറച്ചും കൂടെ സ്പ്ലിറ്റ് ആവുന്നു, ബാക്കി ലോഡിലേക്ക് പോകുന്നു.
അങ്ങനെയാണെങ്കിൽ ഐഡിയൽ കേസിൽ എന്താകും? 5 ആംപിയർ ഇവിടെ വന്നു ഇങ്ങനെ നോക്കി, ഇവിടെ എന്ത് റെസിസ്റ്റൻസ് വരണം? ഇൻഫിനിറ്റി അവിടെ ഓപ്പൺ ആയിട്ടിരിക്കണം, എങ്കിലേ ഫുൾ കറണ്ട് ലോഡിലേക്ക് പോകത്തുള്ളൂ. സോ ഐഡിയൽ കറണ്ട് സോഴ്സ് ഹാവ് ഇൻഫിനിറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ്. For a two-port network to be reciprocal, it is necessary that ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. Z പാരാമീറ്ററിന്റെ റെസിപ്രോക്കൽ ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? Z12 is equal to Z21 ആയിരുന്നു. സോ ഓപ്ഷൻ എ അല്ല. നെക്സ്റ്റ് ഓപ്ഷൻ ബിയും അല്ല. കാര്യം ഈ എഴുതിയിരിക്കുന്നത് സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. Z11 is equal to Z22 എന്ന് പറയുന്നത് സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ ആണ്. റെസിപ്രോക്കൽ ആവണമെങ്കിൽ Z12 is equal to Z21 ആവണം. അപ്പൊ ഓപ്ഷൻ ബിയും അല്ല. ഇതല്ലെങ്കിൽ പിന്നെ ഈ ഒരു കണ്ടീഷൻ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇതും തെറ്റാണ്. AD മൈനസ് ബി സി ഈക്വൽ ടു 1 വരണം. നെക്സ്റ്റ് ഓപ്ഷൻ സി നോക്കാം. H21 is equal to H12 and AD minus BC equal to 0. നേരത്തെ പറഞ്ഞു AD minus BC equal to 0 ആണോ? അല്ല, AD minus BC equal to 1 വരണം റെസിപ്രോക്കൽ ആകുന്നതിന്. പിന്നെ H21 is equal to H12 ആണോ? അല്ല. റെസിപ്രോക്കൽ കണ്ടീഷൻ എടുക്കുമ്പോൾ മൈനസ് വരുന്ന ഏക ടേം എന്ന് പറയുന്നത് H പാരാമീറ്ററിന്റെ കേസിലാണ്. H പാരാമീറ്റർ റെസിപ്രോക്കൽ ആവണമെങ്കിൽ H21 is equal to മൈനസ് H12 വരണം. അതുപോലെ Y പാരാമീറ്ററിന്റെ കേസിലോ Y12 is equal to Y21 ആണ് റെസിപ്രോക്കൽ ആകാനുള്ള കണ്ടീഷൻ. ഇതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. Question. The maximum power that can be transferred to load resistance RL from the voltage source in the given figure is. ഈ RL ലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരിക്കണം? RL should be equal to source resistance. So RL equal to 100 ohm ആകുമ്പോഴാണ് മാക്സിമം പവർ ലോഡിലേക്ക് ഡെലിവർ ചെയ്യുന്നത്. നോക്കാം, R is equal to 100 ohm ആയിരിക്കുമ്പോൾ എത്ര പവർ ആണ് RL ന് കിട്ടുന്നതെന്ന് നോക്കാം. എത്രയാണ് നോക്കൂ. I² RL നമ്മുടെ പവർ അക്രോസ് RL എന്ന് പറയുന്നത് I² RL is equal to I എന്താണ്? 10 divided by 100 plus 100, അപ്പൊ 200 വരുന്നു, whole square into RL equal to എന്ത് വരും? 100 divided by 200 into 200 into 100. 1/4 എന്ന് വന്നു അല്ലെ? 0.25 watts. ക്ലിയർ ആയേ? പവർ അക്രോസ് RL when maximum power is transferred to RL എന്ന് പറയുന്നത് എത്രയാണ്? 0.25 watts ആണ്. Question. A voltage source with an internal resistance RS supplies power to a load RL. The power delivered to the load varies with the RL as. തന്നിരിക്കുന്ന ഫിഗറിൽ പവർ എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ലോഡിന്റെ റെസിസ്റ്റൻസ് ഒരു പോയിന്റിൽ എത്തുമ്പോൾ സോഴ്സ് റെസിസ്റ്റൻസിന്റെ വാല്യൂവിന് തുല്യമാകുമ്പോൾ മാക്സിമം പവർ വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ലോഡ് എന്ന് നമുക്കറിയാം. അതിന് മുന്നേയും ശേഷവും മാക്സിമം പവർ ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ? ഇല്ല, കുറവായിരിക്കും. അത്തരം ഗ്രാഫ് നോക്കുമ്പോൾ ഇതിൽ ഏതാണ് അങ്ങനെ ഒരു ഗ്രാഫ് കാണിക്കുന്നത്? RLന്റെ അറ്റ് എ പെർട്ടിക്കുലർ വാല്യൂവില് മാക്സിമം ആയിരിക്കും. അതിനേക്കാൾ കൂടിയാലും കുറഞ്ഞാലും പവർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അത് ഏത് ഗ്രാഫാണ്? തേർഡ് ഗ്രാഫ് അല്ലെ? ഈ ഒരു പോയിന്റിൽ എന്താണ്? RL is equal to RS. സോഴ്സ് റെസിസ്റ്റൻസ് is equal to ലോഡ് റെസിസ്റ്റൻസ് ആവുന്ന പോയിന്റിൽ ഇവിടെ പവർ മാക്സിമം ആണ്. അതിന് മുന്നേ ശേഷവും പവർ കുറയുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. Question 28. For the two-port network shown in the figure, Y12 is equal to ദാണ്ടെ പൈ നെറ്റ്വർക്ക് ആണ് തന്നിരിക്കുന്നത്. ഇതില് പൈ നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. Y പാരാമീറ്റർ ഫോർ എ പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് ഏതാണെന്ന് നോക്കുക, അതനുസരിച്ച് ചെയ്യുക. Y12 ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കെങ്കിലും ഫുൾ പാരാമീറ്റേഴ്സ് നമുക്ക് ചെയ്യാം.
y11 എന്ന് പറയുന്നത് എന്തെന്ന് വരും? നേരത്തെ പറഞ്ഞു ya പ്ലസ് yc. y12 എന്ത് വരും? കോമൺ ആയിട്ട് വന്നതിന്റെ മൈനസ് എടുക്കുക. തേർഡ് y21 എന്ത് വരും? മൈനസ് yc. ഫോർത്ത് എലമെന്റ് എന്താണ്? yb പ്ലസ് yc. ചോദിച്ചിരിക്കുന്ന ഏതായിരുന്നു? y12 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. y12 is equal to minus yc, ഓപ്ഷൻ സി. നെക്സ്റ്റ്, in the circuit shown, when is the power absorbed by the 1 ohm resistor maximum? ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ 1 ohm റെസിസ്റ്റർ മാക്സിമം പവർ അബ്സോർബ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ബൈ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം മറ്റ് കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് തെറ്റും. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിലല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നത് ലോഡിലേക്ക് മാക്സിമം പവർ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന്. അപ്പൊ ഇതാണ് എന്റെ ലോഡ് എന്ന് എടുക്കുക. 1 ohm റെസിസ്റ്റർ ആണ് എന്റെ ലോഡ്. ഈ 1 ohm റെസിസ്റ്റർ ലോഡിലേക്കുള്ള മാക്സിമം പവർ ട്രാൻസ്ഫർ എപ്പോൾ നടക്കും എന്നുള്ളത് നോക്കാൻ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? തെവനിൻ ഇക്വലന്റ് ഓഫ് ദി സർക്യൂട്ട് എടുക്കണം. ഇത് ലോഡാണ്. ലോഡിനെ റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്റെ സർക്യൂട്ടിനെ അനലൈസ് ചെയ്ത് തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കുക. ഇത് 4 ohm, ഇത് 2 ohm. ഈ 6 ohm എന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്ന ഈ പോയിന്റിലേക്കല്ലേ? ഈ പോയിന്റ് ഇതാ ഇപ്പൊ ഓപ്പൺ അല്ലേ? ഇവിടെ കണക്ട് ചെയ്താലും ഇവിടെ കണക്ട് ചെയ്താലും ഇവിടെ കണക്ട് ചെയ്താലും ഇവിടെ കണക്ട് ചെയ്താലും എന്താണ്? സെയിം പൊട്ടൻഷ്യൽ ആണ്. സോ 6 ohm is connected across 2 ohm. ഓക്കെ, ഇവിടെ എന്താണ്? ഓപ്പൺ ആണ്. കാര്യം ലോഡിനെ റിമൂവ് ചെയ്തു. തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കുന്ന അങ്ങനെ അല്ലായിരുന്നോ? റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ നോക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ലോഡിനെ റിമൂവ് ചെയ്തു. തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. ഇതില് ഞാൻ എന്തിനാ തെവനിൻ ഇക്വലന്റ് കണ്ടുപിടിക്കുന്നത്? RL ഈസ് ഈക്വൽ ടു R ഇന്റേണൽ അല്ലെങ്കിൽ R സോഴ്സ് എന്നുള്ളതാണ് നമുക്ക് അറിയാന്നുള്ളത്. ഈ R സോഴ്സ് R ഇന്റേണലും എന്താണ്? തെവനിൻ ഇക്വലന്റ് R ആണ്. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് കണ്ടുപിടിക്കണം? തെവനിൻ ഇക്വലന്റ് വോൾട്ടേജ് കണ്ടുപിടിക്കണോ? വേണ്ട. തെവനിൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് ഷുഡ് ബി ഈക്വൽ ടു 1 ohm ആവുന്ന സിറ്റുവേഷനിൽ, ഇതാ ഇത് 1 ohm അല്ലേ? ഈ 1 ohm നമുക്ക് വേരി ചെയ്യാൻ പറ്റുമോ? ഇല്ല. RL ഇതാണ്. അങ്ങനെയാണെങ്കിൽ R ഇന്റേണൽ 1 ohm ആവുന്ന എപ്പോഴാണോ ആ സിറ്റുവേഷനിലെ ആറിന്റെ വാല്യൂ എന്ത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് 1 ohmലോട്ട്. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ RThevenin എടുക്കുമ്പോൾ എന്ത് വരും? 6 volt വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യണം. കാര്യം വോൾട്ടേജ് സോഴ്സ് ഇസ് റീപ്ലേസ്ഡ് ബൈ ഇറ്റ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ്. 2 ohm in parallel with 6 ohm. അതെന്ത് വരും? ഫൈനൽ ഫിഗർ ഇങ്ങനെയാണ്. RThevenin ആണ് നമുക്ക് വേണ്ടത്. ഇവിടുന്ന് RThevenin വേണമെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നോക്കൂ, R പാരലൽ വിത്ത് 2 ohm. അപ്പൊ എന്ത് വരും? 2R ഡിവൈഡഡ് ബൈ 2 പ്ലസ് R. ഇതിൻ പാരലൽ വിത്ത് എന്താണ്? 4 ohm ആണ്. ഇതിൻ പാരലൽ വിത്ത് 4 ohm ആണ്. എന്ത് വരും? ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 2R പ്ലസ് 2 പ്ലസ് R പ്ലസ് 4. ക്ലിയർ ആണ്? ഇതാണ് എന്ത്? തെവനിൻ ഈക്വലന്റ് റെസിസ്റ്റൻസ്. അതെങ്ങനെ വന്നു? ഈ കാണുന്ന കോമ്പിനേഷൻ 2 പാരലൽ വിത്ത് R എന്ന് പറയുന്നത് ഈ റെസിസ്റ്റർ ആണ്. ഈ റെസിസ്റ്റർ 4 ohmന് പാരലൽ ആണ്. അതുകൊണ്ട് R1 R2 ബൈ R1 പ്ലസ് R2 ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ വരുന്നു. ഈക്വൽ ടു ഡിനോമിനേറ്റർ എന്ത് വരുന്നു? 2R പ്ലസ് LCM എടുക്കുക പ്ലസ് 8 പ്ലസ് 4R മേളിലോ 2R ഇൻറ്റു 4. ഈ കാണുന്ന 2 പ്ലസ് ആറും 2 പ്ലസ് ആറും ക്യാൻസൽ ആയി. ബാക്കി എന്ത് വരും? 8R ഡിവൈഡഡ് ബൈ 6R പ്ലസ് 8. ക്ലിയർ ആണ്? ഇത് എന്തിന് തുല്യമാണോ എന്നാ പറഞ്ഞിരിക്കുന്നത്? 1 ohmന്. ഈ കിട്ടിയിരിക്കുന്നത് RThevenin ആണ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു RL ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ. ഈ RLന്റെ വാല്യൂ എന്തെന്നറിയാം? 1 ohm എന്നറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8R by 6R plus 8 equal to 1. അപ്പൊ എങ്ങനെ എഴുതാം? 8R is equal to 6R plus 8. So 2R is equal to 8 implies R equal to 4 ohm. Clear ആണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ലാസ്റ്റ് 30th ക്വസ്റ്റ്യൻ ആണ്.
Consider the circuit A and B for what values respectively of what I and R. The circuit B is equivalent to circuit A. ഐയുടെയും ആറിന്റെയും വാല്യൂ എന്തായിരിക്കുമ്പോഴാണ് സർക്യൂട്ട് ബി സർക്യൂട്ട് എക്ക് ഈക്വലന്റ് ആവുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യേണ്ട ഏതാണ്? അപ്പൊ സർക്യൂട്ട് എ എടുക്കുക. കാണുന്ന വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എ കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ. അത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 60 വോൾട്ട് എന്ന് പറയുന്ന വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് 60 ഓം അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഇറ്റ് ക്യാൻ ബി റീപ്ലേസ് ബൈ എ കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് സെയിം റെസിസ്റ്റൻസ്. അപ്പൊ വി ഡിവൈഡഡ് ബൈ ഐ അതല്ലേ നമ്മുടെ കറന്റ് സോഴ്സിന്റെ വാല്യൂ. 60/60 അതല്ലേ 1 ആംപിയർ കറന്റ് സോഴ്സ് അല്ലേ അപ്പൊ വരുന്നത്. നമുക്ക് ഈ പടം ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. 60 വോൾട്ട് ബൈ 60 ഓം. 60/60 ചെയ്യുമ്പോൾ എന്ത് വരും? 1 ആംപിയർ കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ഏത് റെസിസ്റ്റർ ആണ്? സെയിം റെസിസ്റ്റർ തന്നെ, 60 ഓം റെസിസ്റ്റർ. ഇനി ഇവിടെയോ 120 volt in series with 40 ohm ആണ്. It is replaced by a current source in parallel with the same resistance. 120/40 voltage by resistance. 120/40 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 120/40 equal to 3 ampere. 3 ആംപിയറിന്റെ കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് എത്ര റെസിസ്റ്റൻസ്? 40 ohm. ക്ലിയർ ആണേ? എടുത്തു. ഇതാണ് നമ്മുടെ ഇക്വലന്റ്. ആദ്യം കണ്ട സർക്യൂട്ട് എയുടെ ഇക്വലന്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇത് 3 ആംപിയർ ആണ്. ഇവിടെ 3 ആംപിയറും 1 ആംപിയറും സെയിം ഡിറക്ഷൻ അല്ലേ? അപ്പൊ സം ചെയ്ത് എനിക്ക് എങ്ങനെ എഴുതാം? 4 ആംപിയറിന്റെ ഒരു കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ എത്രയാണ്? 40 ഓം ഇൻ പാരലൽ വിത്ത് 60 ഓം. 40 into 60 divided by 40 plus 60 100 equal to 24 ohm. അപ്പൊ 4 ആംപിയർ ഇൻ പാരലൽ വിത്ത് 24 ഓം. അതാണ് നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട് എ. ഇനി നോക്കൂ സർക്യൂട്ട് ബി. കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ. കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ. അപ്പൊ വേണ്ട ഐയുടെ വാല്യൂ എന്താണ്? 4 ആംപിയർ. ആറിന്റെ വാല്യൂ എന്താണ്? 24 ഓംസ്. ക്ലിയർ ആണ്? അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. താങ്ക് യു.